രണ്ടാമത്തെ വാക്യം, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. അതുകൊണ്ട് സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പേർ പറയുന്നു. ദൈവം ഒരിക്കൽ മിസ്രയീമിൻ്റെ നിന്ന ഉരുട്ടിയ ഒരു രംഗമായി ഇവിടെ വായിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. ചോരത്തളിയും പെസഹയും ആചരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പുറത്തെടുത്തു. അവർ ചെങ്കടൽ കടന്നതോടുകൂടെ മിസ്രയീമിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരായി എന്നുറപ്പായി. ചെങ്കടൽ കടന്ന ജനം കണ്ടത് അവരുടെ പിൻപിൽ മിസ്രയീമ സൈന്യം ചത്തുതീർന്നു. ഇങ്ങനെ പൂർണ്ണമായും സ്വതന്ത്രമായി എന്നവർ വിശ്വസിച്ചു. അതെ, സ്വതന്ത്രമായി. മേഘത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആത്മനിറവിൽ അവരാരാധിച്ചു. നീണ്ട വർഷങ്ങൾ 40 കഴിഞ്ഞു. നീണ്ട 40 വർഷം കഴിഞ്ഞപ്പോൾ യഹോവ അരുളിച്ചെയ്തു, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടി. അങ്ങനെയാണ് കഴിഞ്ഞ 40 വർഷം മിസ്രയീമിൻ്റെ നിന്ന അവരുടെ മേലുണ്ടായിരുന്നു. എന്തായിരുന്നു നിന്ന? എങ്ങനെയാണിത് ഉരുണ്ടത്? തുടർന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിസ്രയീമർ പറഞ്ഞത് ഇവരെങ്ങും പോയി കര പിടിക്കുകയില്ല, ഗുണം പിടിക്കുകയില്ലെന്നായിരുന്നു. അവരൊരു കര പിടിച്ചത് 40 വർഷം കഴിഞ്ഞിട്ടാണ്. വാഗ്ദത്ത ദേശത്ത് അവരെത്തിയത് 40 വർഷം കഴിഞ്ഞിട്ടാണ്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജനിച്ചതായ ചില ശിശുക്കൾ അവരുടെ പരിച്ഛേദന കഴിഞ്ഞത് 40 വർഷം കഴിഞ്ഞിട്ടാണ്. യഹോവയുടെ ദൂതൻ അവരുടെ മുൻപിൽ ഇറങ്ങി അവരുടെ കാവൽ പ്രഖ്യാപിച്ചത് 40 വർഷം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മിസ്രയീമിൻ്റെ നിന്ന ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഉരുട്ടി. ഒരുപാട് ഇടങ്ങളിൽ ദൈവം വിടുതൽ തുടങ്ങിയെങ്കിലും അതിൻ്റെ പൂർത്തീകരണം അനുഭവിപ്പാൻ പലർക്കും കഴിയാതെ പോയി. ആ പൂർത്തീകരണം എന്ന വിഷയത്തിലേക്ക് ഇന്ന് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഈ വാക്യത്തിൽ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ആവർത്തിക്കാം. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ജയമായിരുന്നു. അവർക്ക് ഭയങ്കര ജയമായിരുന്നു. മിസ്രയീമിൽ ഒരുപോലെ സറണ്ടർ ചെയ്തു. ഞങ്ങൾക്ക് പറ്റുകയില്ല. കാര്യം മിസ്രയീമിലെ ദൈവങ്ങളെ മുഴുവനും ദൈവം ന്യായം വിധിച്ചു. മിസ്രയീമിലെ ദേവന്മാർ മുട്ടുകുത്തിക്കൊണ്ട് അവരവരുടെ ആദ്യജാതന്മാരെ കുഴിച്ചിടുമ്പോൾ തൻ്റെ എബ്രായർ ജയത്തോടും ആർപ്പോടും കൂടെ ഇറങ്ങി മിസ്രയീമിനെ കൊള്ളയിട്ട് അവരുടെ വസ്തുവകകളുമായി പുറപ്പെട്ടു. മിസ്രയീമിൻ്റെ പൊന്നും വെള്ളിയും എബ്രായൻ്റെ കയ്യിലായി. അവരതും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അല്പം കൂടെ കഴിഞ്ഞൊരു ഭയം വീണ്ടും അവർക്കുണ്ടായി. അവരെ തിരികെ പിടിച്ചുകൊണ്ട് പോകാൻ മിസ്രയീമ സൈന്യം വന്നെങ്കിലും ആ സൈന്യത്തെ മുഴുവനും ദൈവം ചെങ്കടലിൽ തള്ളിയിട്ടു. നിങ്ങൾ ഇന്ന് കണ്ട ശത്രുവിനെ ഇനി ഒരിക്കൽ കാണുകയില്ല എന്നുള്ള വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിർവഹിച്ചു. അവർ പരമാനന്ദം, അങ്ങേയറ്റം അവർ സന്തോഷിച്ചു. ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചു. പക്ഷേ അവരറിഞ്ഞില്ല അവർ പ്രവേശിച്ചത് മരുഭൂമിയിലോട്ടാണ്. ഈ മരുഭൂമിയിലേക്ക് കയറുമ്പോൾ അവരുടെ കൂടെ ഒരു സങ്കരവർഗം ഉണ്ടായിരുന്നു. ഓരോ വേർപാടുകൾ ഞാൻ തൊടാൻ പോകാം. അവരുടെ കൂടെ ഒരു സങ്കരവർഗം ഉണ്ടായിരുന്നു. ഏതാണ് ഈ സങ്കരവർഗം? എബ്രായർ അവരുടെ പെൺകുട്ടികളിൽ ചിലരെ ചില ജാതികൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ജാതികളിൽ നിന്ന് ചില പെൺകുട്ടികളെ എബ്രായർ സ്വീകരിച്ചു. ഇതെല്ലാം മിസ്രയീമിൽ വെച്ച് നടന്നതാണ്. എബ്രായന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നുവെന്ന് കണ്ടതോടെ ഇങ്ങനെ ബന്ധപ്പെട്ട ജാതികളും കൂടെ ഇസ്രായേലിനോട് ചേർന്നു. ചോരത്തളിയും പെസഹയും ആചരിപ്പാൻ പറഞ്ഞതോടെ ബന്ധപ്പെട്ട ജാതികളും കുടുംബത്തിൽ ഉൾപ്പെട്ടവരാകയാൽ അവരും പെസഹയുടെ പ്രമാണത്തിൽ വന്നു. അവർ അബ്രഹാമിൽ നിന്ന് ജനിച്ചവരല്ല, അബ്രഹാമിൻ്റെ സന്തതിയല്ല. ഇസ്രായേലിനോട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ അവരോട് ചേർന്നവരാണ്. ഒരു സമ്മിശ്ര ജാതി മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ തന്നെയാണ് പുറപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു സമ്മിശ്ര ജാതി. നമ്മുടെ ഇടയിൽ ചിലപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളിൽ ഞാനൊരു സമ്മിശ്ര ജാതിയുടെ സ്വഭാവം സൂക്ഷിക്കുന്നവനാണോ? അതും ഇതും, വേണ്ടതും വേണ്ടാത്തതും, അരുതാകുന്നതും ആകാവുന്നതും എല്ലാം കൂടെ എൻ്റെ കൂടെ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. ഞാൻ ആ ഭാഗത്ത് അല്പം കൂടെ ഗൗരവമായി ചിന്തിക്കട്ടെ. ഒരിക്കൽ ദൈവം അവർക്ക് വേണ്ടി മന്ന കൊടുത്തു. മരുഭൂപ്രയാണത്തിൽ ദൈവം അവർക്ക് വേണ്ടി മന്ന കൊടുത്തു. മന്നയുമായി ഈ ജനം കഴിഞ്ഞു. ആ മന്ന പെറുക്കുമ്പോൾ ദൈവം ഒത്തിരി പ്രമാണം കൊടുത്തു. മന്ന കൊടുക്കുന്നതിനെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്നത് ജനം ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് കാണേണ്ടതിനാണ് അവർക്ക് മന്ന കൊടുത്തത്. ഞങ്ങൾ ആകപ്പാടെ ആഹാരം കഴിക്കാൻ ഒന്നുമില്ല, പൊരിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ദൈവം ആഹാരം കൊടുത്തു. പക്ഷേ വ്യക്തമായും ബൈബിൾ പറയുന്നു അവർ ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് കാണേണ്ടതിന് ദൈവം അവർക്ക് മന്ന കൊടുത്തു. കാര്യം മന്നയോട് കൂടെ ഒരു കൂട്ടം പ്രമാണവും ഉണ്ടായിരുന്നു. നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹത്തോടുകൂടെ ഓരോ നന്മയോടുകൂടെ ഒരു കൂട്ടം പ്രമാണമുണ്ട്.
മന്നായെക്കുറിച്ചുള്ള പ്രമാണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അതിരാവിലെ എഴുന്നേറ്റ് പെറുക്കണം. പലരും വൈകി എഴുന്നേറ്റു, അവർക്ക് അതിരാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെയായി. ദൈവത്തിങ്കിൽ നിന്നൊരു നന്മ അനുഭവിക്കുമ്പോൾ എനിക്ക് അധ്വാനിക്കേണ്ട കാര്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇതവിടെ കിടക്കും, പുരയിടത്തിൽ തന്നെ കിടക്കും, മുറ്റത്ത് തന്നെ കിടക്കും, പതുക്കെ എടുത്തോളാം എന്ന് ഒരു ചിന്ത അവരിൽ വന്നുപോയ ചിലർ രാവിലെ എഴുന്നേൽക്കാതെ പോയി. സത്യമാണ്, ദൈവം കൊടുത്തതാണ്. അല്പം കൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല, ആരുടെയും അടിമപ്പണിക്ക് പോവുകയല്ല, അതുകൊണ്ട് ദൈവം തന്നുകൊള്ളും, ദൈവം തന്നത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരൊരല്പം താമസിച്ച് എഴുന്നേറ്റു. പക്ഷേ ആ മന്ന ഉരുകിപ്പോയി, അവർക്ക് പെറുക്കുവാൻ കഴിയാതെ പോയി. മന്നായിക്ക് കൊടുത്ത രണ്ടാമത്തെ ഞാനിതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടെ പറഞ്ഞു പോകാം. ഒരു പക്ഷെങ്കിൽ ഇതിനകത്തിരിക്കുന്നവരിലോ ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരിലോ ആരെങ്കിലും ഒരാൾ ഈ മെസ്സേജസ് ഇതിനു മുമ്പേ ഈ അർത്ഥത്തിൽ കേട്ടിട്ടില്ലെങ്കിൽ, തിരുവചനത്തിലെ 1000 മെസ്സേജ് കാണും, ഒത്തിരി അർത്ഥങ്ങളിൽ അത് വ്യാഖ്യാനിക്കാൻ കഴിയും. ഞാനിന്ന് വ്യാഖ്യാനിക്കുന്ന അർത്ഥത്തിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതിരാവിലെ പെറുക്കണമെന്ന് പറയുന്നത് അതിരാവിലെ തന്നെ പെറുക്കണം. ഞാൻ കുറച്ചും കൂടെ അനുഭവത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങി പറയുവാൻ താല്പര്യപ്പെടുന്നു. എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ ഇഷ്ടം അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവഹിതം ഇഷ്ടപ്പെടുകയും കാര്യം ദൈവവചനത്തിനു വേണ്ടി താല്പര്യപ്പെടുന്നവർക്കത് നന്മയ്ക്കായി തീരുകയും ചെയ്യാൻ. എനിക്ക് ഒരു പ്രമാണമുണ്ട്. എൻ്റെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ അതിൽ ഇത്ര 20% ദൈവത്തിന് വേണ്ടിയായിരിക്കും. എൻ്റെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ ഞാൻ ദശാംശത്തിന് പകരം, അല്ലെ ദശാംശം എന്ന പേരിൽ മാറ്റുന്നത്, ദൈവത്തിന് വേണ്ടി മാറ്റുന്നത് 2 രൂപയായിരിക്കും. 10ൽ 1 കണക്ക്, പേരും അങ്ങനെയാണ്, പക്ഷെ ചെയ്യുന്നത് 10ൽ 2. പക്ഷേ ആ 2 രൂപ ദൈവത്തിന് മാറ്റിയ ശേഷം മാത്രമേ ഞാൻ ബാക്കി 8 ഉപയോഗിക്കത്തുള്ളൂ. ആ 8 ഉപയോഗിക്കണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് മാറ്റിയേ മതിയാകും. അതിരാവിലെ പെറുക്കേണ്ടത് അതിരാവിലെ തന്നെ പെറുക്കണം. എനിക്ക് കിട്ടിയതിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താതെ, ദൈവത്തെ സ്തുതിക്കാതെ മറ്റൊന്നിനും ഞാൻ പോകാറില്ല. ജീവിതത്തിൽ ആരംഭത്തിങ്കിൽ ദൈവം എന്ന കാഴ്ചപ്പാടുള്ളവർക്കായി സ്തോത്രം. എൻ്റെ ചെറിയ പ്രായത്തിൽ വേദപുസ്തകം വായിക്കുവാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധമുണ്ടായിരുന്നു, ഞാൻ വായിച്ചു. എന്നാൽ സ്കൂളിൽ ചേരുന്ന സമയത്ത് എൻ്റെ സ്നാനത്തിന് ശേഷം ഒരു അധ്യാപകൻ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വായിക്കുന്നത് ബൈബിളായിരിക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ആദ്യം വായിക്കുന്നത്, സെക്യുലർ സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞതാണ്, കാര്യം ക്രിസ്തീയ കാഴ്ചപ്പാടുള്ളവർ അന്നുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം വായിക്കുന്നത് രാവിലെ എഴുന്നേറ്റാൽ ബൈബിളായിരിക്കണം. അതുകൊണ്ട് വീടുകളിൽ ബൈബിൾ ഉള്ള കുട്ടികൾ ബൈബിൾ തലയ്ക്കൽ വെച്ചുകൊണ്ട് വേണം കിടക്കാൻ. കട്ടില വെക്കുക എന്നല്ല, ഇണ്ണിച്ചാൽ ഉടനെ എഴുന്നേറ്റ് എടുക്കത്തക്കതുപോലെ അത് അടുക്കൽ ഉണ്ടായിരിക്കണം. ആദ്യം വായിക്കുന്നത് ഒരു ബൈബിൾ വാക്യമായിരിക്കണം. ഏറ്റവും അവസാനം കിടക്കുന്നതിന് മുന്നമേ വായിക്കുന്നതും ഒരു ബൈബിൾ വാക്യമായിരിക്കണം. ഇന്നെനിക്കത് സാധിക്കുന്നില്ല. പലപ്പോഴും മൊബൈലിലെ മെസ്സേജ് ഉണ്ടോയെന്ന് നോക്കിയായിരിക്കും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. കിടക്കുന്നതും എല്ലാ മെസ്സേജും പെൻഡിങ്ങിലുണ്ടോയെന്ന് നോക്കി വെച്ചായിരിക്കും. ബൈബിൾ വായിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ആ പ്രയോറിറ്റി എവിടെയോ നഷ്ടമായി. എനിക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. രാവിലെ ആദ്യം വായിക്കുന്നതും വൈകിട്ട് ഒടുവിൽ വായിക്കുന്നതും ബൈബിളായിരിക്കണം. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, രാവിലെ എഴുന്നേറ്റാൽ വെയിലുറയ്ക്കുന്നതിന് മുന്നമേ അതിരാവിലെ മന്ന വെറുക്കണം. അതിരാവിലെ മന്ന വെറുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രമാണം, വേദപുസ്തകത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ, വേദപുസ്തകം വായിച്ച് അതിനകത്തുനിന്ന് പലത് ഗ്രഹിക്കുവാൻ, കാലത്തിൻ്റെ പോക്കിൽ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വത്തിലേക്ക് ദൈവം എന്നെ നടത്തുവാൻ ഇടയായി തീർന്നു. അത് ദൈവവുമായുള്ള ആ ബന്ധമായിരുന്നു. മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വത്തിലേക്ക്. മർമ്മമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാകാത്ത ബൈബിളിലെ അർത്ഥങ്ങളാണ്. മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വം എന്നൊരു പ്രത്യേക കൃപാവരത്തെക്കുറിച്ച് വിശുദ്ധ പൗലൂസ് പറയുന്നുണ്ട്. ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. നമ്മിൽ അനേകരും അത് അനുഭവിക്കുന്നവരാ. ഓക്കെ, അതിരാവിലെ മന്ന പെറുക്കണം. 2, അന്ന് പെറുക്കുന്നത് അന്ന് തന്നെ തിന്നണം. പിറ്റന്നാളേക്ക് ഒട്ടും ശേഷിപ്പിക്കരുത്. ഇന്നെന്നോട് ഇടപെടുന്ന ദൈവവചനം ഭാവിയിൽ എന്തെങ്കിലും ഒക്കുമ്പോൾ അനുസരിക്കാൻ വേണ്ടിയല്ല. സിസ്റ്റർ മേരി കോവൂർ ഇവിടെ വരുന്ന സമയത്ത് പറയുന്ന ചില പദങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരാൾ സ്നാനത്തിന് തീരുമാനിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തീരുമാനിച്ച ശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ടും ആൾ സ്നാനപ്പെട്ട് കണ്ടില്ല. അപ്പോൾ കോവൂർ അവരോട് ചോദിച്ചു, എന്ത് സ്നാനപ്പെടാൻ തീരുമാനിച്ചിട്ട് ഇതുവരെ സ്നാനപ്പെടാഞ്ഞത്? സിസ്റ്റർ കോവൂർ പറഞ്ഞ അതേ ഭാഷ ഞാൻ പറയാൻ പോവാ. അത്ര നല്ല ഭാഷയല്ല, ഒരല്പം പരുഷമാണ്, പക്ഷേ അതേ ഭാഷ ഞാൻ ആവർത്തിക്കാൻ പോകാം. സ്റ്റേജിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല. ആ സഹോദരിയോട് സിസ്റ്റർ കോവൂർ ചോദിച്ചു, ഇത് നിങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചിട്ട് ഒരുപാട് നാളായല്ലോ, ഇതുവരെയും സ്നാനപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് മോക്കൊരു വിവാഹാലോചന നടക്കുന്നുണ്ട്.
ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിവാഹാലോചന നടക്കത്തില്ല. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞ ശേഷം സ്നാനപ്പെടാം എന്നും കണ്ടിരിക്കുക. കൊച്ചമ്മയൊന്ന് പ്രാർത്ഥിക്കണേ ആ വിവാഹം ഒന്ന് എളുപ്പം നടക്കാൻ. സിസ്റ്റർ കോവൂർ പറഞ്ഞൊരു മറുപടി അല്പം പരുഷമാണ്. ഞാൻ പറഞ്ഞു, കൊച്ചമ്മ പറഞ്ഞു, ആദ്യം അമ്മയുടെ വിവാഹം നടക്കട്ടെ, പിന്നാട്ട് മോടേത്. ആദ്യം നീ സ്നാനപ്പെട്, യേശുവിനോട് ചേരുന്ന കർമ്മത്തെയാണ് ഈ വിളിക്കുന്നത്. ആദ്യം നീ സ്നാനപ്പെട്, അതിനുശേഷം ആട്ടെ. പെറുക്കുന്നത് അന്ന് തിന്നേണ്ടതിനാണ്, നാളത്തേക്കല്ല. ഇന്ന് എന്നോട് ഇടപെട്ട ദൈവത്തിൻ്റെ വചനം ഇന്ന് അനുസരിക്കേണ്ടതിനാണ്, നാളെ അനുസരിക്കേണ്ടതിനല്ല. ആ മറുതലിപ്പ് വന്നത് അല്പം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചതിനെ മിസ്രയീമിൻ്റെ നിന്ന എന്ന് ദൈവം വിളിക്കുന്നു. അത് മിസ്രയീമിൻ്റെ നിന്നയാണ്. കാര്യം മിസ്രയീമിലെ സമ്മിശ്ര ജാതിയാണ് ഇവരുടെ കൂടെ കൂടിയത്. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. തീർന്നില്ല, അതേ വാചകം ബൈബിളിലുണ്ട്. ഒരു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അന്നന്ന് വെറുക്കുന്നത് അന്നന്ന് തിന്നണം. പിന്നെ പറഞ്ഞു, പിറ്റന്നാളത്തേക്ക് വെക്കരുത്, കൃമിച്ചു നാറും. ചിലർ അന്ന് ഭക്ഷിക്കാതെ ശേഷിപ്പിച്ചു, കൃമിച്ചു നാറി. ഞാൻ ഇപ്രാവശ്യം കേരളത്തിൽ പോയപ്പോൾ 2 കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി. അങ്ങനെ പറയുമ്പോൾ ശിശുക്കളെ എന്നുള്ള ആശയത്തിൽ ആരും ദയവായിട്ട് എടുക്കരുത്. ഇല്ല, എം എ വർഗീസ സ്നാനപ്പെടുത്തിയ. എന്നാൽ സാധാരണ ഒരു 12 വയസ്സാണ് സ്നാനപ്പെടാൻ വെക്കുന്നതെങ്കിൽ ഏറെക്കുറെ 1 വയസ്സിന് താഴെ ഞാൻ 2 പേരെ സ്നാനപ്പെടുത്തി. എന്തുകൊണ്ടോ ആ കുഞ്ഞുങ്ങളെ ഞാൻ ചെന്ന ചർച്ചിനകത്ത് അവരുടെ പെർഫോമൻസ്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത് അതിലൊരാളായിരുന്നു. വോക്കൽസ് സ്ക്വയറിനെ ലീഡ് ചെയ്യുന്നത് അതിൽ വേറൊരാളായിരുന്നു. ഞാൻ പറഞ്ഞു 10 വയസ്സുള്ള 2 കുട്ടികളാണ് ഇവർ. ഒരാൾ വോക്കൽ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നു, വേറൊരാൾ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതവും ഭക്തിയും ഒക്കെ എന്നെ പിടിച്ചു കുലുക്കി, അങ്ങനെ വേണം പറയാൻ. കാര്യം ഈ പ്രായത്തിൽ നമുക്ക് നല്ല സ്മാർട്ട് പിള്ളേരുണ്ട്, അവർക്കായി സ്തോത്രം. അവസരം കൊടുത്താൽ അവരും ചെയ്തെന്ന് വരും. ഇല്ല നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവരിത് ചെയ്യുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കൾ എൻ്റെ അടുക്ക വന്ന് വെച്ച് പറഞ്ഞു, പാസ്റ്ററുടെ കൈകൊണ്ട് സ്നാനപ്പെടണം എന്നൊരു താല്പര്യമുണ്ട്. ഈ പിള്ളേർ കഴിഞ്ഞ് 6 മാസമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് സ്നാനപ്പെടണമെന്ന്. പാസ്റ്റർ ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ല ഒപ്പീനിയൻ ആണെങ്കിൽ അവരുടെ വീട്ടിലെ ബിഹേവിയർ, അവർക്ക് ദൈവവചനം മനസ്സിലാക്കാനുള്ള കഴിവ് മുതലായതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്താൽ 15 മിനിറ്റ് കൊണ്ട് ചോദിച്ചു തീർക്കും. അതുകൊണ്ടൊന്നും മനസ്സിലാകത്തില്ല. അവരുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെങ്കിൽ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെങ്കിൽ ഓക്കെ ആകാം. ഞാൻ 2 പേരെ സ്നാനപ്പെടുത്തി. എനിക്ക് അതിനകത്ത് എന്തോ ഒരു ഭയങ്കര സംതൃപ്തി തോന്നി. എനിക്ക് തോന്നി അടുത്ത തലമുറയിലേക്കൊരു പകർച്ച ദൈവം തുടങ്ങുക. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഇത് കൊടുക്കാൻ പോകുകയാണ്. ചില രഹസ്യങ്ങളുടെ കലവറ കർത്താവ് അവിടെ തുറക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിശ്ചയമായും വേദപുസ്തകത്തിൽ ഇത്ര വയസ്സുള്ളവരെ സ്നാനപ്പെടുത്തണമെന്ന് പ്രമാണമില്ല. തിരിച്ചറിവ് ആകണം, സ്വന്തം വിശ്വസിക്കാനാകണം, ഏറ്റുപറയാനാകണം, മനസ്സുകൊണ്ട് സ്നാനപ്പെടണം. അതാ എൻ്റെ 11ാമത്തെ വയസ്സിൽ, 12 വയസ്സ് തികയുന്നതിന് മുന്നമേ 11ാം വയസ്സിൽ നടക്കുമ്പോഴാണ് ഞാൻ സ്നാനപ്പെടുന്നത്. എന്നെ സ്നാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PM ഫിലിപ്പ് ഇത് തന്നെയാണ് പറഞ്ഞത്, കുഞ്ഞെ പ്രായമെന്നുള്ളത് ബൈബിളിൽ ഒരു നിഷ്കർഷയല്ല, പകരം വിശ്വസിക്കാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെ എന്നെ ഒരു 2-3 മണിക്കൂർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെടുത്തിയത്. പക്ഷെ ഞാനതിന് പോയില്ല. എന്നാൽ ഒരളവ്, ഒരു രഹസ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ. ഇന്നിടപെട്ടത് ഇന്ന് തന്നെ അനുസരിക്കണം. ഇന്നിടപെട്ടത് ഇന്ന് തന്നെ വേണം. മിസ്രയീമിൽ നിന്ന് വന്ന സമ്മിശ്ര ജാതി അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവർ പറഞ്ഞു, വേണ്ട, അവിടെ വെച്ചേക്കാം, നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ തന്നെ തിന്നും, അത് ധൃതി വെക്കേണ്ട കാര്യമില്ല. അല്ല, പാകപ്പെടുത്തേണ്ടതുപോലെ പാകപ്പെടുത്തി. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ഇടപെട്ടാൽ പാകപ്പെടുത്തേണ്ടതുപോലെ പാകപ്പെടുത്തി വേണം തിന്നാൻ. മന്ന കിട്ടുന്നത് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം, ഉരളിനകത്തിട്ട് ഇടിച്ചെടുക്കാം, ചുട്ടെടുക്കാം. വ്യത്യസ്ത രീതികളിൽ പാകപ്പെടുത്തി മാത്രമേ ഭക്ഷിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് ലഭിക്കുന്ന ദൈവവചനം നമ്മോട് ഇടപെട്ട് തുടങ്ങുന്നത് പാകപ്പെടുത്താൻ വൈകാതെ അതിൻ്റെ മേൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് തക്ക സമയത്ത് അത് ഭക്ഷിക്കുന്നവർക്കായി സ്തോത്രം അത് എടുത്തേ മതിയാകൂ. എന്നാൽ മിസ്രയീമിൻ്റെ നിന്ന് പറഞ്ഞു വെച്ചേക്ക്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഭാഷയിലേക്ക് ഞാൻ പതുക്കെ ഒന്ന് മാറ്റിയാൽ ഒരു നോട്ട് കുറിച്ച് വെച്ചേക്ക്. എങ്ങനെയാണെന്ന് ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ നോക്കിയിട്ട്, നോട്ട് വേണം, ഭാവിയിൽ നോക്കുകയും വേണം. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും നോക്കിയിട്ട് നോട്ട് അനുസരിച്ച് നമുക്ക് പിന്നെ ജീവിക്കാൻ തൽക്കാലമല്ല. ഇന്ന് പെറുക്കിയത് ഇന്ന് തന്നെ തിന്നണം. പാകം ചെയ്യേണ്ടത് തക്ക സമയത്ത് പാകം ചെയ്യണം. ചിലർ അതിനകത്ത് തെറ്റ് കാണിച്ചു.
ആറാമത്തെ ദിവസം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിടങ്ങഴി ഒരു കുറച്ചെടുത്ത് മാറ്റി വെക്കണം. കാര്യം നിങ്ങൾ നാളത്തേക്കുള്ളത് മാറ്റി വെക്കണം. 7-ാം ദിവസം നിങ്ങൾക്ക് മന്ന കിട്ടത്തില്ല. 7-ാം ദിവസം രാവിലെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ദൈവപ്രമാണം. നിങ്ങൾ വീടിനകത്ത് വെച്ചിരുന്നാൽ മതി, ക്രമിക്കത്തില്ല. അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല, അവരവിശ്വസിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ സൂര്യനെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വരുന്ന പ്രകാശത്തിന് വ്യത്യാസമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബത്ത് നാളാണെന്ന് കരുതിക്കൊണ്ട് അന്ന് രാവിലെ പെറുക്കിക്കൂടാ എന്ന് ആര് പറഞ്ഞു? വെള്ളിയാഴ്ച വൈകിട്ട് പെറുക്കിയത്, വെള്ളിയാഴ്ച രാവിലെ പെറുക്കിയത് ഇരട്ടി വേണമെന്ന് ആര് പറഞ്ഞു? അവിടെയും ഇവിടെയും അവരുടെ ലോജിക് ദൈവവചനവുമായി അവരിടപെടുത്തി. ലോജിക് ദൈവകലവുമായി കലർത്തിയത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ലായിരുന്നു. പകരം സമ്മിശ്ര ജാതി കൊണ്ടുവന്ന ആ ദൈവിക തത്വത്തിന് വിരോധമായ മിസ്രയീമിൻ്റെ നിന്ദയായിരുന്നു എന്ന് ഞാൻ തൊടട്ടെ. മന്ന ഓരോന്നിലും ഏറ്റവും ഒടുവിലായി അവർ പറഞ്ഞു, ഈ മന്നയല്ലാതെ വേറെ ഒന്നും കാണാനില്ല, ഞങ്ങളുടെ പ്രാണൻ ആകപ്പാടെ പൊരിഞ്ഞു. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഭയങ്കര പെറുപെറുപ്പായി. അവിടെ വ്യക്തമായി ബൈബിൾ പറഞ്ഞു, മിസ്രയീമിൽ നിന്നിറങ്ങിയ സമ്മിശ്ര ജാതി പിറുപിറുത്തും കൊണ്ട് ഈ മന്നയല്ലാതെ വേറൊന്നും കാണാനില്ല, വേറെ എന്ത് തരും എന്ന് ചോദിച്ചു. സാധാരണ ആരാധനകൾ ആളുകൾക്ക് അസംതൃപ്തമായി മാറി. അതിനകത്ത് വേറെ ചില അറ്റാച്ച്മെൻറ്റുകൾ വേണം, അതിനകത്ത് ചില കലാപരിപാടികൾ വേണം. കലാപരിപാടികളോട് ഞാൻ എതിരല്ല, ആരാധനയുമായി കലർത്താൻ ഒരിക്കലും ഒക്കത്തില്ല. എന്നാൽ കലാപരിപാടികൾ വേണം. ആരാധനയും കലാപരിപാടികളുമായി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. രണ്ടിനും അതതിൻ്റെ സ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് ഈ മന്ന കൊണ്ട് മാത്രം ഒന്നുമാകത്തില്ല, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂട്ടം പിറുപിറുപ്പ് ആരംഭിച്ചു. കർത്താവ് പറഞ്ഞു, പിറുപിറുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ അഗ്നിസർപ്പങ്ങളെ കൂടെ അയക്കാൻ പോകാം. മിസ്രയീമിലെ നിന്ന പരസ്യമായതുകൊണ്ട് ആരായി പിറുപിറുത്തത്? ബൈബിൾ വ്യക്തമാക്കുന്നു, മിസ്രയീമിൽ നിറങ്ങിത്തിരിച്ച സമ്മിശ്ര ജാതി. അബ്രഹാമിൻ്റെ സന്തതിയോടുകൂടെ അരുതാത്തവനും കൂടെ ഇറങ്ങിത്തിരിച്ചു. അബ്രഹാമിൻ്റെ സന്തതിയും മോശയും മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താൻ കഴിയാതെയായി. വേർപാടിൻ്റെ ഗൗരവം കുറഞ്ഞു. അങ്ങനെ സമ്മിശ്ര ജാതിയുമായി ഒരുമിച്ചായി. അവരെ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്ന് 40 വർഷം മരുഭൂമിയിൽ ആകപ്പാടെ കുഴപ്പി. ഈ 40 വർഷം മരുഭൂമിയിൽ ആകപ്പാടെ കുഴപ്പുന്നതിൻ്റെ ഇടയിൽ നടന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. അവർ കൈവശമാക്കാൻ പോകുന്ന ദേശം അവകാശമാക്കേണ്ടതിന് ഒരു ഒറ്റുകാരെ വിട്ട ദേശം ഒറ്റുനോക്കിക്കുവാൻ മോശ തീരുമാനിച്ചു. അതിന് ഒരു 12 പേരെ തിരഞ്ഞെടുത്ത് ദേശം ഒറ്റുനോക്കാനായി അയച്ചു. എത്രാമത്തെ ദിവസം അയക്കുന്നറിയാമോ? എൻ്റെ ഓർമ്മയിൽ 11ാമത്തെ ദിവസമാണ്. സത്യത്തിൽ 11 ദിവസത്തെ യാത്രയേ ഉള്ളൂ. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ചാൽ, ചെങ്കടൽ കടന്നാൽ കനാനിൽ കയറി പാർക്കുവാൻ 11 ദിവസത്തെ യാത്രയേ ഉള്ളൂ. 11 ദിവസം കഴിഞ്ഞപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ വീതം 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തു. ആ നേതാക്കന്മാരോട് പറഞ്ഞു, നമ്മൾ കയറി പാർക്കുവാനുള്ള ആ ദേശം പോയി ഒന്ന് ഒറ്റുനോക്കണം. ഒറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയുണ്ട്, അവിടെ പട്ടണങ്ങൾ എങ്ങനെയുണ്ട്, ഫലവത്താണോ ദേശം, ദൈവം പരമയുടെ വാക്ക് പറഞ്ഞതുപോലെ, പ്രവാചകന്മാർ പറഞ്ഞതുപോലെ, പ്രവചന ശബ്ദങ്ങളിൽ കേട്ടതുപോലെ, ദൈവം ആലോചന അറിയിച്ചതുപോലെ ദേശം ഫലവത്താണോ, നമ്മളവിടെ ചെന്നാൽ യുദ്ധം ചെയ്ത് വേഗത്തിൽ പിടിക്കാൻ കഴിയുമോ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്, അവരുടെ ചിന്താഗതി എന്താണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് വരാൻ പറഞ്ഞ് ഒരു 12 പേരെ പറഞ്ഞയച്ചു. ഈ 12 പേരും സത്യം ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തു. അവരുടെ ജീവിതത്തിന് പോലും വില കൊടുക്കാതെ അവർ പോയി. അവരുടെ ശത്രുക്കളായവർ, നാളെ ഇവരെയാണ് കൊല്ലേണ്ടത്, നാളെ ഇവരെ ഓടിച്ചേച്ചാണ് ദേശം തിരികെ പിടിക്കേണ്ടത്, അവരുടെ ശത്രുക്കളാണ്. ആ ശത്രുക്കളായവരുടെ നടുവിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. അവരിൽ ഒരുവൻ തിരിഞ്ഞൊന്ന് തട്ടിയാൽ താഴെ വീഴും, ചത്തുപോകുമെന്ന് അറിയാവുന്ന ഇടത്ത് അവർ റിസ്ക് എടുത്ത് ജീവൻ പണയം വെച്ച്, അത് തന്നെയൊക്കെ തനി മലയാളം, ജീവൻ പണയം വെച്ച് ഇറങ്ങിച്ചെന്നു. അവരവിടെ ചെന്നെല്ലാം നോറി. എസ്കലോൺ താഴ്വര വരെയും അവർ പോയി. അവർ ചെന്ന ഇടത്ത് വലിപ്പമേറിയ മുന്തിരിക്കുലകൾ കണ്ടു. അത് നമുക്ക് ഇന്ന് അംഗീകരിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് വലിപ്പക്കൂടുതലുള്ളതായ മുന്തിരിക്കുലകൾ കണ്ടു. ആ മുന്തിരിക്കുല അവർ പറിച്ചു.
ഒരു വ്യക്തിക്ക് തന്നെ അത് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ശത്രുവിൻ്റെ രാജ്യത്തു നിന്ന് പറിച്ചെടുത്ത മുന്തിരിക്കൊല പോക്കറ്റിലിട്ടുകൊണ്ടിഞ്ഞ് പോരാൻ ഒക്കുന്നതല്ല, അതിനേക്കാൾ ഒരുപാട് വലിപ്പക്കൂടുതലാണ്. ഒരാൾക്ക് തന്നെ എടുക്കാൻ ഒക്കാത്തത് കൊണ്ട് ഒരു കമ്പയിൽ ആ ഒരു കൊല വെച്ച് കെട്ടി മുൻപിൽ ഒരാളും പിൻപിൽ ഒരാളും ഇങ്ങനെ രണ്ടുപേർ ചേർന്ന് ആ മുന്തിരിക്കൊല എടുത്തുകൊണ്ട് വരിക. അതുപോലെ വലിപ്പമുള്ള മുന്തിരിക്കൊലകൾ കട്ട് ചെയ്തെടുത്തു. അത്തിപ്പഴം അവിടുന്ന് കൊണ്ടുവന്നു, വ്യത്യസ്ത ഫലങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നു. ഇവരുടെ വന്നേച്ച് ജനത്തിൻ്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. 10 പേർ മിസ്രയീമ ചിന്താഗതിയിലായിരുന്നു. 10 പേർ മിസ്രയീമ ചിന്താഗതിയിൽ. അവർ പറഞ്ഞു, യഹോവ പറഞ്ഞതുപോലെ തന്നെ ദേശം ഭയങ്കര ഫലവത്താ, കണ്ടത് ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വേറൊരു കാര്യം കൂടെ കണ്ടു, അതും പറയാം. നമ്മളെ കൊണ്ടത് പിടിക്കാൻ പറ്റുകയില്ല. ആ നാട് മല്ലന്മാരുള്ള നാടാണ്. അവിടെ വലിയ മല്ലന്മാർ പാർക്കുന്നു. അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമില്ല. അവരുപയോഗിച്ച പദപ്രയോഗം, അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരതുപോലെ ശക്തന്മാരാണ്. പട്ടണങ്ങൾ ഭയങ്കര ഉറപ്പുള്ളതാണ്. നമ്മളെ കൊണ്ട് പട്ടണം പിടിക്കാനൊക്കത്തില്ല. ആ പട്ടണങ്ങൾ പൊളിക്കാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. യഹോവ പറഞ്ഞതുപോലെ തന്നെ ദേശം ഫലപുഷ്ടമാണ്, സത്യം. പക്ഷേ മിസ്രയീമിൻ്റെ ചെന്തകൂടെ ഇടയ്ക്ക് കയറി നമ്മളെ കൊണ്ടത് പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല. വേറൊരു ഭാഷയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് നിസ്സാരന്മാരായി തോന്നി. അവരും ഞങ്ങളെക്കുറിച്ച് അത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ ചിന്താഗതിയിലേക്ക് ഞങ്ങളുടെ ചിന്താഗതി താണു. നാട്ടുകാരൻ്റെ ചിന്താഗതിയിലേക്ക് എൻ്റെ ചിന്താഗതി താണു. അവരുടെ നിഗമനത്തിലേക്ക് എൻ്റെ നിഗമനം താണു. കർത്താവ് പറഞ്ഞില്ല, ഈ ജനം മരുഭൂമിയിൽ കറങ്ങിയേ പറ്റൂ. ഇവരെ 11 ദിവസം കഴിഞ്ഞ് കനാനിൽ കയറ്റാനൊക്കത്തില്ല. ഇവരെ കറക്കിയേ പറ്റത്തുള്ളൂ. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിൽ നിന്ന് യോശുവയും കാലേബും 2 പേർ ഒഴിച്ചാൽ അവർക്ക് 2 പേർക്കും പ്രത്യേകതയുണ്ട്. അവർ വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. വേറെ ആരും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മരുഭൂമിയിൽ കറങ്ങ്, ഞാൻ നിങ്ങളെ ചിലത് പഠിപ്പിച്ച ശേഷം അടുത്തൊരു തലമുറ മാത്രമേ കയറ്റത്തുള്ളൂ. മിസ്രയീമിൻ്റെ സ്വഭാവമുള്ളവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു. ആ ജനമെല്ലാം തീർന്നു കഴിഞ്ഞ് ഈ 40 വർഷം കഴിഞ്ഞ് അവസാനം ജനം യോർദാൻ്റെ തീരത്ത് വന്നു. ദൈവം യോർദാൻ പിളർന്നു. ഞാൻ ഗൗരവമുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഇനി ഇതുവരെ പറഞ്ഞത് ഗൗരവമാണ്. ദൈവം യോർദാൻ പിളർന്ന് അവരെ മറുകര കടത്തി. യോർദാൻ പിളർക്കാൻ വേണ്ടി ദൈവം അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പുത്തൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. ദൈവത്തിന് ഓരോ ദിവസവും വ്യത്യസ്ത സ്ട്രാറ്റജികളാണ്. പഴയ സ്ട്രാറ്റജിയിലല്ല ദൈവം എന്നും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്ട്രാറ്റജികൾ മാറിക്കൊണ്ടിരിക്കും. ചെങ്കടലിങ്കൽ വന്നപ്പോൾ ചെങ്കടൽ പിളർക്കുവാൻ വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് കടലിന് നേരെ നീട്ട്. അതിൻ്റെ പുറകിൽ ഞാനൊരു കാറ്റടിപ്പിക്കും. 1ാമത്തെ പ്രാവശ്യം വെള്ളത്തെ പിളർന്നെടുക്കേണ്ടതിന് വേണ്ടി കാറ്റടിപ്പിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അത് മോശയുടെ കയ്യിൽ നിന്ന് ദൈവം ആകെ പ്രതീക്ഷിച്ചത് തൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് നീട്ടുക എന്ന് മാത്രം ആയിരുന്നു. അതായിരുന്നു ദൈവിക സ്ട്രാറ്റജി. പക്ഷെ യോർദാൻ്റെ അടുക്കൽ വന്നപ്പോൾ വടി നീട്ടുകയല്ലായിരുന്നു ദൈവത്തിൻ്റെ സ്ട്രാറ്റജി. പറഞ്ഞു, പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിലോട്ട് ചവിട്ടട്ടെ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്ട്രാറ്റജികളിൽ കയറ്റിവിടുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൃപാവരങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് ഞാൻ ഇറങ്ങുന്ന ആരംഭകാലങ്ങളിൽ കണ്ടിരുന്ന വ്യത്യസ്ത വെളിപ്പാടുകളുടെ പ്രത്യേകതയും വ്യത്യസ്തതയും ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. രോഗിയായ ഒരാളിനെ മുൻപിൽ കാണുമ്പോൾ പെട്ടെന്ന് ആ രോഗം വിളിച്ചു പറയേണ്ടതിന് ദൈവം അന്ന് എനിക്ക് രോഗവിവരങ്ങൾ വെളിപ്പെടുത്തി തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തെക്കാൾ തികച്ചും വ്യത്യസ്തം. വെളിപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. മെസ്സേജ് പഴയത് തന്നെയാണ്. എന്നാൽ വ്യത്യസ്ത മെസ്സേജിലൂടെ വ്യത്യസ്ത രീതികളിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഇന്നൊരാൾക്ക് ലഭിക്കുന്ന വെളിപ്പാടാകണമെന്നില്ല, സ്വപ്നമായിരിക്കണമെന്നില്ല നാളെ കാണുന്ന സ്വപ്നം. ഇന്നത്തെ ദർശനമാകണമെന്നില്ല നാളെ കാണുന്ന ദർശനം. ദൈവത്തിൻ്റെ സ്ട്രാറ്റജികൾ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ വന്നപ്പോൾ യോശുവയോട് പറഞ്ഞു, യോശുവ, ഇപ്രാവശ്യം ഞാൻ ഈ യോർദാനെ വിഭജിക്കാൻ പോകാം. യോർദാനെ വിഭജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാഗമന കൂടാരത്തിനകത്ത് വയ്ക്കേണ്ടതായ ആ നിയമപ്പെട്ടകം നിങ്ങളുടെ തോളിന്മേൽ എടുക്കണം. നിങ്ങൾ ചെങ്കടൽ കടക്കുമ്പോൾ നിങ്ങളുടെ നിയമപ്പെട്ടകം ഇല്ലായിരുന്നു. നിങ്ങൾ ചെങ്കടൽ കടക്കുമ്പോൾ നിങ്ങൾക്ക് പുരോഹിതന്മാരില്ലായിരുന്നു.
നിങ്ങൾ ചെങ്കടൽ കടക്കുമ്പോൾ നിങ്ങളൊരു കുറച്ചും കൂടെ പഴയ വേർഷൻ, ഫ്രഷ് മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട ഫ്രഷ് ആളുകളായിരുന്നു. ഈ 40 വർഷം കൊണ്ട് ഒരുപാട് ചേഞ്ച് ഉണ്ടായി. ഞാൻ പർവ്വത മുകളിൽ ഇറങ്ങി മോശയുടെ കയ്യിൽ പ്രമാണങ്ങൾ എഴുതി കൊടുത്തു. എൻ്റെ പ്രമാണത്തിലും എൻ്റെ നിയമത്തിലും കൂടെ ഞാൻ നിങ്ങളെ നടത്തി. അനേക പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെട്ട് മേഘത്തിൽ എൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചു. അനേക പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ മേഘം ഇറക്കിയും മേഘം ഉയർത്തിയും ആലയം മാറ്റി അടിക്കുവാൻ നിങ്ങൾ യാത്ര പുറപ്പെടുവാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്ന് നിങ്ങളുടെ കയ്യിൽ മോശയുടെ വടിയല്ല, പകരം എൻ്റെ ജനത്തിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതിന് ഞാൻ ഏൽപ്പിച്ചതായ പെട്ടകമുണ്ട്. ആ പെട്ടകം എടുക്കേണ്ടവരെടുക്കട്ടെ. അതുമായി ആ പെട്ടകം വഹിക്കുന്നവരുടെ കാല് നദിയിലേക്ക് വയ്ക്കട്ടെ. ഇന്ന് പകൽക്കാലം പെട്ടകം വഹിക്കുന്നവർക്കായി സ്തോത്രം. അവരെടുക്കേണ്ട വ്യത്യാസങ്ങൾക്കായി സ്തോത്രം. ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് തൊടുന്നത്. മിസ്രൈമിൻ്റെ നിന്നയിൽ നിന്ന് മാറ്റേണ്ടതിന് വേണ്ടി ദൈവം അവർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ കൊടുത്തു. അതവർ പഠിച്ചു. അങ്ങനെ പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ യോർദാനിലെ നദിയിലെ വെള്ളത്തിൽ മുങ്ങി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടം തൊട്ടതാണ്. പുരോഹിതന്മാർക്ക് മുൻപിൽ വരുന്ന പുരോഹിതന്മാർക്ക് അവരുടെ പുറകിൽ വലിയൊരു സൈന്യം വരികയാണ്. ഒരു സൈന്യം, 6 ലക്ഷം ജനങ്ങൾ അവരുടെ പുറകിലാണ്. പക്ഷെ ആദ്യം വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടത് ഈ പുരോഹിതന്മാരാണ്. സൈന്യമൊക്കെ പുറകെ വരത്തേ ഉള്ളൂ. നദി അവരുടെ മുമ്പിൽ കവിഞ്ഞൊഴുകുകയാണ്, കരകവിഞ്ഞൊഴുകുകയാണ്. അവരുടെ കാല് പൊക്കുമ്പോൾ അവർക്ക് ചിന്ത കണ്ടേക്കാം വെള്ളം പുറകോട്ട് മാറുമെന്ന്. എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെ ചിന്തിച്ചെന്ന്. രണ്ടായാലും ആ വെള്ളത്തിൻ്റെ മുകളിൽ അവരുടെ കാല് വെച്ചിട്ടും വെള്ളം മാറിയില്ല. ദൈവമേ, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകാൻ എന്ത് സംഭവിക്കുമെന്നറിയാൻ വയ്യ. എവിടുന്നോ വിശ്വാസവും കരുത്തും ആർജിച്ച് അവരുടെ പാദങ്ങൾ ആ വെള്ളത്തിൽ മുങ്ങുകയും ടക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കുന്നു. ഈ PMBിലും എന്നെ സ്നാനപ്പെടുത്തിയ ആളാണ് പറയുന്ന ഒരു വാചകം ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏത് വലിയ അണക്കെട്ടിൻ്റെ മുമ്പിൽ, അണക്കെട്ടിന് വലിയ മതിലുകൾ വെച്ച അണ കെട്ടിയിരിക്കുന്ന വെള്ളം ഒരു ഭാഗത്ത് വന്ന് നിൽക്കുക. നിങ്ങൾക്കറിയാമോ, മറ്റേ സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. എന്നാ വലിയ അണക്കെട്ടും എത്ര വലിപ്പമുള്ള പാറകൾ കൊണ്ടുണ്ടാക്കിയ അണക്കെട്ടും, അണക്കെട്ടിൻ്റെ താഴെ കൂടെ വെള്ളം ഒഴുകും. ഒരിക്കലും ഉണങ്ങിയ നിലം കാണത്തില്ല. കാര്യം ഭൂമിയിലുള്ള സകല വസ്തുക്കളും പോറസ. എത്ര വലിപ്പമുള്ള കല്ലും എത്ര കട്ടിയുള്ള കരിങ്കല്ലും എല്ലാം പോറസ. ഒരു വശത്ത് വെള്ളത്തിൻ്റെ പ്രഷർ ഒരളവിന് മുകളിൽ വന്നു കഴിയുമ്പോൾ ആ കല്ലിനകത്തൂടെ വെള്ളം ഒഴുകും. അങ്ങനെ ഏത് മതിൽക്കെട്ടും അപ്പുറം നനഞ്ഞതാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാനൊരു മതിൽക്കെട്ട് ഉണ്ടാക്കാൻ പോവാം. ആ മതിൽക്കെട്ട് ഇപ്പുറം നനയത്തില്ല. ഉണങ്ങിയ നിലത്തൂടെ എൻ്റെ ജനം കടക്കും. ഇതൊരു കട്ടിയാണ്. ഈ മതിൽക്കെട്ടിന് എന്തായിരുന്നു ഈ കട്ടിയുള്ള മതിൽ? ഒരൊറ്റ വാക്ക, അവിടെ നിന്നോളാൻ. കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മി ചിലർക്ക് വേണ്ടി ചില ഉണങ്ങിയ നിലങ്ങൾ തരട്ടെ. കർത്താവേ, ഇസ്രായേലിൻ്റെ വലിയൊരു സംഘം ഉണങ്ങിയ നിലം കണ്ടില്ലെങ്കിൽ ഇറങ്ങത്തില്ല. പക്ഷെ പുരോഹിതന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. അവർ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആ നദിയിലേക്ക് കാലെടുത്തു വെച്ചു. അവരുടെ കാലിൻ്റെ വെള്ളത്തിൽ മുങ്ങുകയും അവരുടെ കാലുകൾ വെള്ളത്തിൽ മുങ്ങുകയും വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ഒരു വശത്ത് വെള്ളം ഒഴുകിപ്പോയി, ഒരു മതിലായി വെള്ളം ഒരിടത്ത് നിന്നു. ഞാൻ ആവർത്തിക്കാം, പല അണക്കെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതണക്കെട്ടിൻ്റെയും താഴ്വശത്ത് നനഞ്ഞത് തന്നെയാണ് വെള്ളം ഒഴുകുന്നുണ്ട്. പല അണക്കെട്ടുകളുടെയും താഴെ വള്ളങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആളുകൾക്ക് യാത്ര ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അണക്കെട്ടിന് യാതൊരു വെള്ളവുമില്ല, ഉണങ്ങിയ നിലത്തൂടെ ജനം പോകുവാൻ. ഇത് തന്നെയായിരുന്നു ചെങ്കടലിലും. ഉണങ്ങിയ നിലത്തൂടെ അവർ പോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൽപ്പന, അദൃശ്യമായ ദൈവശക്തി ഒരു മതിലായി നിന്നു. ഈ ദിവസങ്ങളിൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ പലതിനെയും നിർത്തുവാൻ അദൃശ്യമായ ദൈവശക്തിയെ കർത്താവേ അയക്കണമേ, അങ്ങയുടെ വാക്ക് അയക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പറഞ്ഞില്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു മനുഷ്യൻ ദൈവത്തോട് ഒരിക്കൽ പറഞ്ഞത്, കർത്താവേ, ശതാധിപനാണ് കാര്യം പറഞ്ഞത്, റോമൻ ഗവൺമെൻറ്റിൻ്റെ ശതാധിപൻ എന്ന് പറയാം, കർത്താവേ, അങ്ങൊരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങൊരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. ആ വാക്കിൻ്റെ ശക്തി എനിക്കറിയാം. എങ്ങനെയാണ് ശതാധിപ അങ്ങയ്ക്ക് ഇത് അറിയാവുന്നത്? ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണ്. എൻ്റെ മുകളിലുള്ള അധികാരി എന്നോടൊരു വാക്ക് പറഞ്ഞാൽ വിറച്ചുകൊണ്ട് ഞാനത് ചെയ്യും. എനിക്കറിയാം
അറിയാവുന്ന കാര്യമാ. എൻ്റെ കീഴിലുള്ള പടയാളിയോട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അവൻ വിറച്ചുകൊണ്ട് അനുസരിക്കും. എനിക്കറിയാം, ഞാൻ അധികാരത്തിൻ്റെ കീഴ്പ്പെട്ട മനുഷ്യനാകയാൽ അധികാരം എനിക്കറിയാം. അങ്ങയുടെ കയ്യിൽ ഒരു അധികാരമുണ്ട്, അങ്ങയുടെ കയ്യിൽ ഒരു അധികാരമുണ്ട്. അങ്ങൊരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഒരിക്കൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു പദമുണ്ട്. പടയാളികളുടെ മേൽ അധികാരമുള്ളവനായ ശതാധിപന് പറയാം, ഞാൻ അയക്കുന്ന ആൾ ഞാൻ പറയുന്ന കാര്യം പോയി ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞാൽ സൗഖ്യം കൊടുക്കുവാൻ അവന് കഴിയത്തില്ല. അവന് കഴിയുന്ന ചിലതുണ്ട്. ഒരുത്തരം പിടിച്ച് കെട്ടാൻ പറഞ്ഞാൽ അവൻ പിടിച്ചു കെട്ടും, ഒരുത്തരം വെട്ടാൻ പറഞ്ഞാൽ അവൻ വെട്ടും. പക്ഷെ അവനെ കൊണ്ടൊക്കാത്ത ചിലത് അങ്ങയ്ക്ക് അധികാരമുണ്ട്. ഇന്ന് പകൽക്കാലം പരമാധികാരിയായ ദൈവത്തിൻ്റെ അധികാരം തിരിച്ചറിയുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം, കർത്താവേ അങ്ങ് പരമാധികാരിയാണേ. ഞങ്ങൾക്കെതിരെ പൊങ്ങുന്നതായ ചില തിരമാലകൾ, ഒഴുകി വരുന്നതായ ചില നദികൾ ഞങ്ങളുടെ മീതെ കവിയാതെ വണ്ണം ഞങ്ങളെ തടയുവാൻ കഴിയും, നദിയെ തടയാൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണം. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണേ. ഈ നദി അവർ കടന്നു, ജനം മുഴുവൻ കടന്നു. ഞാൻ ആ ഭാഗം ഇച്ചിരൂടെ തൊട്ടോട്ടെ. ഞാൻ ഈ സ്റ്റേജിൽ ഇത് തൊട്ടിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ചില വർഷങ്ങളായി കാണും. പുരോഹിതന്മാർ വെള്ളത്തിനകത്ത് ഇറങ്ങി, ബാക്കി ജനമെല്ലാം വെളിയിൽ നിൽക്കുന്നേ ഉള്ളൂ. 2000 മുഴം പുറകിലാണ് അവർ 2000 മുഴം പുറകിലാണ്. പെട്ടകത്തോട് ചേർന്ന് നടക്കാൻ ഒക്കത്തില്ല. പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ മാത്രം 4 പുരോഹിതന്മാരാണ് പെട്ടകം വഹിക്കുന്നത്. 4 പേർക്കേ പറ്റുള്ളൂ. 5-ാമതിടത്തിന് ഇറങ്ങാൻ ഒക്കുകയില്ല. ഈ 5 പേരാണ് ഈ നദിയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നത്. ഇവരുടെ ധൈര്യം, ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിൽക്കാൻ കഴിയും. ഒരു സമൂഹം പുറകിലുണ്ടെങ്കിൽ കൂടുതൽ വിശ്വസിക്കാൻ കഴിയും. ഒരു പുറകോട്ട് നോക്കുമ്പോൾ നോക്കിയില്ല, നോക്കിയാൽ 2000 മുഴം പുറകിലാണ് ജനം. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. പക്ഷേ കാൽ വെള്ളത്തിൽ വെച്ചു, കാൽ നനഞ്ഞു, വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. മുന്നോട്ട് പോകാൻ പറഞ്ഞു. അവർ ഈ നദിയുടെ അകത്തോട്ട് ഇറങ്ങി. ഒരു വശത്ത് വെള്ളം ഭയങ്കര ഉയരത്തിൽ നിൽക്കുക, ഒന്നും അതിനെ തടഞ്ഞു നിർത്തിയത് കാണാനില്ല. അതിൻ്റെ നടുക്കവരിറങ്ങി. അവർ മധ്യഭാഗത്തായപ്പോൾ യോശുവ ഒരു കൽപ്പന കൊടുത്തു, നിൽക്കവിടെ. മുഴുവൻ ജനവും അക്കരെ കടക്കുവോളം നിങ്ങൾ അനങ്ങാതെ അവിടെ നില്ല്. അവരവിടെ നിൽക്കുമ്പോൾ, പുരോഹിതന്മാരവിടെ നിൽക്കുമ്പോൾ ജനം അക്കരെ കടന്നു. സഭയായി പല പ്രാവശ്യങ്ങൾ വെള്ളം പിളർന്നെങ്കിലും ജനം അക്കരെ കടക്കുന്നതിന് മുന്നമേ വീണ്ടും നദി തിരിച്ചു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തോ പറയുന്നത് പറയാം. ദൈവം പ്രാർത്ഥന കേട്ടു. ഒരു കാര്യം സംഭവിച്ചു തുടങ്ങി. ജനം വെള്ളത്തിലേക്ക് ഇറങ്ങി. എല്ലാവരും അക്കരെ കടക്കുന്നതിന് മുന്നമേ നദി തിരിച്ചു വന്നതിനാൽ പല പ്രോജക്റ്റും പകുതിയിൽ കോൾ ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ ചർച്ച് വന്നിട്ട് 40 വർഷം കഴിഞ്ഞു. പല പ്രോജക്റ്റ് കോൾ ഓഫ് ചെയ്യേണ്ടതായി വന്നു. അന്നത്തെ സ്ഥിതിഗതികൾ മാറി, അന്നത്തെ ചിന്തകൾ മാറി, അന്നുണ്ടായിരുന്ന പലതും മാറി. തേണ്ട നദി വീണ്ടും ഇളകി. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. വിളിക്കപ്പെട്ട പുരോഹിതന്മാർ നടുവിൽ നിന്നെങ്കിൽ മാത്രമേ ജനം അക്കരെ കടക്കൂ. നിങ്ങളുടെ മേൽ എന്തെങ്കിലും പ്രത്യേക പാപം നിങ്ങൾ ചെയ്തിട്ടാണോ? ഒന്നുമല്ല. എന്തെങ്കിലും കുറ്റം നിങ്ങൾ ചെയ്തിട്ടാണോ? അല്ല. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയിലൊരു പ്രത്യേകതയുണ്ട്. ലീഡർഷിപ്പിലേക്ക് വിളിക്കപ്പെട്ട ചിലർ, നേതൃസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ചിലർ വെള്ളത്തിൻ്റെ ഉയരം കണ്ട് ഭയപ്പെടാതെ ബുദ്ധിയോടെ കാര്യം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം ബുദ്ധി ദൈവാലോചനയിൽ കലർത്താതെ നിൽക്കേണ്ടിടത്ത് നിൽക്കുമെങ്കിൽ വെള്ളവും നിർത്തിയിടത്ത് നിൽക്കും. ജനം മുഴുവനും അക്കരെ കടക്കും. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്മാർ ഇറങ്ങി മധ്യഭാഗത്ത് നിന്നു. ജനം മുഴുവനും അക്കരെ കടക്കുവോളം ഈ 4 പുരോഹിതന്മാർ പെട്ടകവുമായി ഇതിൻ്റെ അടുക്കൽ നിന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ പുരോഹിതന്മാരിൽ ഒരുവനാണെങ്കിൽ എൻ്റെ അകത്തൊരു ധൈര്യമുണ്ട്. ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിൻ്റെ മതിലേ എൻ്റെ തോളത്തിരിക്കുന്ന പെട്ടകമാ വലുത്. ഇതിനെ മുക്കാൻ നീ ആരുമല്ല.
ഇതിനെ മുക്കാൻ നീ ആരുമല്ല, നിന്നെ കൊണ്ടുപോകത്തില്ല. കാര്യം ഇതിനകത്തിരിക്കുന്ന ദൈവസാന്നിധ്യമാ. അത്യുന്നതനായ ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് എഴുതിയ, തീ കൊണ്ട് കല്ലിൽ എഴുതിയ അങ്ങയുടെ കൈവിരലുകളുടെ പതിപ്പ് ഈ കല്ലിനകത്തുള്ളിടത്തോളം ഇതിനെ മുക്കാൻ നിനക്ക് ഒക്കത്തില്ല. പൈശാചിക വ്യാപാരമേ, പട്ടണത്തിൽ വ്യാപരിക്കുന്ന വ്യാപാരമേ, ഞങ്ങളുടെ തോളുകളിൻ്റെ മേൽ ഞങ്ങളെ പെട്ടകം വഹിച്ചിരിക്കുന്നിടത്തോളം പെട്ടകത്തെ മുക്കുവാൻ നീ ആരുമല്ല. പെട്ടകത്തെ മുക്കുവാൻ നീ ആരുമല്ല. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ദ ബില്ലോസ് മെറ്റോസ് ആൻഡ് ദ വേവ് ഷൽ റൈസ് ബട്ട് ദ ഷിപ്പ് ഷൽ ലൈ ഡൗൺ വേർ ഇറ്റ് ഈസ്, ഫോർ നോ വേവ് ക്യാൻ സോളോ ദ ഷിപ്പ്. ആ പാട്ട് കംപ്ലീറ്റ് പറയാൻ പോലും എനിക്കറിയത്തില്ല, ലിറിക്സ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ പണ്ടുകാലങ്ങളിൽ ഞങ്ങൾ പാടിയത് ഓർമ്മയുണ്ട്. ഒരൊറ്റ വേവിനും ഒരൊറ്റ തിരമാലയ്ക്കും നടുക്ക് കിടക്കുന്ന ആ കപ്പലുണ്ടല്ലോ, എൻ്റെ വിശ്വാസ കപ്പൽ, അതിനെ തൊടാൻ പറ്റുകയില്ല. മാറിപ്പോക്കോണം, ഇതിനെ മുക്കാനൊക്കത്തില്ല. കാര്യം ഇതിനകത്ത് ദൈവത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് ഉള്ളതാ. ഇന്ന് പകൽ ദൈവിക ഇൻസ്ക്രിപ്ഷൻസ് ഉള്ള, ദൈവത്തിൻ്റെ കൈയെഴുത്തുകളുള്ള, ദൈവത്തിൻ്റെ കൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്ന, കൽപ്പലകകൾ വഹിക്കുന്നതായ ദൈവത്തിൻ്റെ പെട്ടകമുള്ള അവരെ തൊടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെ നിന്നു, പുരോഹിതന്മാരവിടെ നിന്നു. പുരോഹിതന്മാരവിടെ നിന്നെങ്കിൽ മാത്രമേ പെട്ടകം അവിടെ കാണത്തുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാം, പെട്ടകത്തിനാണ് വലിപ്പം, പക്ഷേ നിർത്തിയത് പുരോഹിതന്മാരാ. ആ 4 പുരോഹിതന്മാരവിടെ നിന്നു, പെട്ടകം അവിടെ നിന്നു. ജനം മുഴുവനും അക്കരെ കടന്നു. മോശയുടെ ഒരു ടേമുണ്ട്, ഒരു കുളമ്പ് മിച്ചം കാണുകയില്ല, ഒരു കുളമ്പ് മിച്ചമില്ലാതെ. അത് ഒരു ഭയങ്കര പ്രയോഗമാണ്. ഒരാട്ടിൻകുട്ടി, അതിന് 4 കുളമ്പാ. ഒരാട്ടിൻകുട്ടി ഒരാടിന് ദീനമായി പോയത് കൊണ്ട് അതിനെ കളഞ്ഞു പോകത്തില്ല. ഇവരൊരു ശവം കൊണ്ടുവരുന്നുണ്ടറിയാവോ? ഇസ്രായേൽ മക്കൾ വരുന്ന കൂട്ടത്തിലൊരു ശവം കൂടെ ഉണ്ട് ഇവരുടെ കയ്യിൽ. ജോസഫിൻ്റെ ശവം. ഇത്രയും വലിയ അസ്ഥികൾ മാത്രം, ജോസഫിൻ്റെ ശവമിൻ്റെ അസ്ഥികൾ മാത്രം. ഇത്രയും വലിയൊരു ജനസമൂഹത്തിൻ്റെ നടുവിൽ, ഇത്രയും വലിയ പ്രതികൂലത്തിനിടയ്ക്ക് ഈ ശവപ്പെട്ടിയെങ്കിലും കളയാമിടാന്ന്. നോ, ഇത് ഞങ്ങൾ കൊണ്ടുപോകും. ശവപ്പെട്ടി മാത്രമല്ല, ഒരാടിൻ്റെ കുളമ്പ്. ഞാൻ പലപ്പോഴും ആ ധൈര്യത്തിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. പലപ്പോഴും ഈ ധൈര്യത്തിലും ഡിറ്റർമിനേഷനും നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. യോശുവയ്ക്ക് പറയാനുള്ളത് മോശയെ സാഹചര്യത്തിലില്ല. യോശുവയ്ക്ക് പറയാനുള്ളത്, ഒരാടിൻ്റെ ഒരു കുളമ്പ് പുറകിൽ പോകുമെങ്കിൽ നോ കോംപ്രമൈസ് ഇല്ല, മൊത്തം അക്കരെ കടന്നിരിക്കും. ദൈവത്തിൻ്റെ ജനം മുഴുവനും അക്കരെ കടന്നപ്പോൾ യോശുവ പുരോഹിതന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കയറാം. അതിനു മുന്നമേ പ്രഭുക്കന്മാരൊരു 12 പേര് വരാം. പുരോഹിതന്മാരോട് നിൽക്കുക. ഒത്ത മടുക്ക് പുരോഹിതന്മാർ നിന്നു. ജനം മുഴുവനും അക്കരെ കടന്നു. അത് കഴിഞ്ഞപ്പോൾ യോശുവ പറഞ്ഞു, ഒരു 12 നേതാക്കന്മാർ ഇറങ്ങി വരാം, പ്രഭുക്കന്മാർ വന്ന് ഈ നദിയുടെ നടുക്കിൽ നിന്ന് ഒരു 12 കല്ല് പൊക്കിയെടുക്കട്ടെ. ഈ കല്ല് നാളത്തേക്ക് നാട്ടാൻ വേണ്ടിയാണ്. നാട്ടപ്പെട്ട ഒരുപാട് കല്ലുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറയുന്നത്. നാട്ടപ്പെട്ട ഒരുപാട് കല്ലുകൾ എൻ്റെ നിങ്ങളുടെയും ഓർമ്മയിലുണ്ട്. ആ നദിയുടെ നടുവിൽ നിന്ന് പൊക്കിയെടുത്ത ഒരു 12 കല്ലുകൾ കൊണ്ടുവന്ന് കരയ്ക്ക് നാട്ടാൻ പറഞ്ഞു. അവർ കരയ്ക്ക് നാട്ടി. ഈ 12 കല്ലുകൾ പെറുക്കിയ വീണ്ടും ആ നേതാക്കന്മാർ മറുകര തിരിച്ചു ചെന്നു കഴിഞ്ഞപ്പോൾ യോശുവ ഈ 4 പുരോഹിതന്മാരോട് പറഞ്ഞ് കയറ്. ആ പുരോഹിതന്മാരും കരയ്ക്ക് കയറി. അവരുടെ കാൽ വെള്ളത്തിൽ നിന്ന് എടുക്കുകയും, വെള്ളത്തിലുള്ള നദിയിൽ നിന്ന് എടുക്കുകയും വെള്ളം പഴയതുപോലെ ഒഴുകാൻ തുടങ്ങി. കർത്താവ്, ഈ ദിവസങ്ങളിൽ ചിലയിടത്ത് ഗ്യാപ്പ് അനുവദിക്കുവാൻ, ചിലയിടത്ത് ഞങ്ങൾക്ക് കടക്കേണ്ടതിന്, മറുകര കടക്കാൻ പ്രയാസമുള്ള ചില നിയമങ്ങൾ ചില ദിവസങ്ങളിലേക്ക് മാറി എഴുതുവാൻ എത്രയോ പേര് പറയുന്നുണ്ട്. ഇന്ന രാജ്യത്ത് എനിക്ക് പോകേണ്ടിയിരുന്നു, രാജ്യത്തിൻ്റെ നിയമങ്ങൾ വിപരീതമായിരുന്നു, ഒരു 15 ദിവസത്തേക്ക് എങ്ങനോ നിയമം തിരുത്തി തേണ്ട, അതുകൊണ്ട് ഞാൻ ഈ രാജ്യത്ത് പറ്റി. എത്രയോ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, പ്രമോഷൻ എനിക്ക് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു, ഒരു 10 ദിവസത്തേക്ക് നിയമം റിലാക്സ് ചെയ്തു, ഞാൻ ഇപ്പുറത്ത് കടങ്ങി. അയ്യോ യോർദാനെ, നീ ഒഴുകേണ്ടതാ. നിന്റെ ദുസ്വഭാവമുണ്ടല്ലോ, കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞ് ഒഴുകുന്ന നിന്റെ ദുസ്വഭാവമുണ്ടല്ലോ, നിനക്കിതെല്ലാം ഉള്ളതാ. പക്ഷേ ഈ ജനം കടന്നു പോകുവാൻ അത്യുന്നതൻ സൃഷ്ടാവായവൻ അതിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നതിനാൽ യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കേണ്ടതായ ചില നിയമങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുവാൻ, മാറി നിൽക്കേണ്ടതായ ചില പ്രമാണങ്ങൾ മാറി നിൽക്കുവാൻ, ജനം പോകുവാൻ ആവശ്യമായ ചില വഴികൾ ദൈവം തുറക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വാ.
അത് തുറന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. ജനം മുഴുവൻ അക്കരെ കടന്നു. 12 കല്ലുകളും എടുത്തുകൊണ്ട് പോയി. ആ കല്ലുകൾ അവർ കൊണ്ടുവന്ന് കരയ്ക്ക് നാട്ടി. അവിടെ ജനം ഇരിക്കുമ്പോൾ തൻ്റെ യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഒരു കർമ്മം കൂടി ഇതിനിടയ്ക്ക് നടന്നു. ഈ യോർദാൻ വിട്ട് കനാനിലേക്ക് കയറിയ ജനത്തെ നോക്കി ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇവരിൽ പുരുഷപ്രജ 40 വർഷങ്ങൾ കൊണ്ട് ജനിച്ചവരാർക്കും പരിച്ഛേദന നടന്നിട്ടില്ല. ഇവരുടെ അപ്പന്മാർ തേണ്ട മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പരിച്ഛേദന കഴിച്ചാൽ കൊണ്ടുവന്നേ. ആ നിയമങ്ങൾ ഇപ്പോൾ ബാധകമല്ല. ഇവർ ഈ മരുഭൂമിയിൽ നടക്കുന്ന കാലം ഇവർ പരിച്ഛേദന നടന്നിട്ടില്ല. ഇപ്പോഴീ ജനത്തെ പരിച്ഛേദന കഴിക്കണം, എങ്കിലേ ഈ രാജ്യം അവർക്ക് കൊടുക്കാൻ ഒക്കുകയുള്ളൂ. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചനെ, യോശുവ, പരിച്ഛേദന ഇല്ലാതെയല്ലേ ഞങ്ങൾ മന്ന തിന്ന്? പരിച്ഛേദന ഇല്ലാതെയല്ലേ ഞങ്ങൾ പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചത്? പരിച്ഛേദന ഇല്ലാതെയല്ലേ ഞങ്ങൾ കാടപ്പക്ഷിയെ പിടിച്ച് തിന്നത്? പിന്നെ പരിച്ഛേദനയ്ക്ക് എന്നെ പ്രത്യേകത? വേർപാടില്ലാഞ്ഞ സമയത്ത് ഞങ്ങൾ മറുഭാഷ പറഞ്ഞില്ലയോ? വേർപാടില്ലാഞ്ഞ സമയത്ത് ഞങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചില്ലയോ? അതൊക്കെ എക്സെപ്ഷൻസാ മോനെ. നിനക്ക് വേണ്ടി നദിയും പിളർന്നു, എക്സെപ്ഷനാ. അതിൻ്റെ അർത്ഥം നദി എന്നും പിളർന്നു കിടക്കുമെന്നല്ല, അതതിൻ്റെ പഴയ ഭാഗത്ത് ഒഴുകും. നിനക്ക് അന്നൊരു എക്സെപ്ഷൻ തന്നത് എന്നേക്കും ബാധകമല്ല. ജനത്തെ പരിച്ഛേദന കഴിക്കുക. പലരും പറയാറുണ്ട്, വേർപാടില്ലാതെ, ശുദ്ധീകരണമില്ലാതെ, പ്രമാണങ്ങൾ പാലിക്കാതെ ഞങ്ങൾ നടത്തിയില്ലേ? നടത്തി. അത് നിങ്ങൾ എന്നും അങ്ങനെ പോകാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ സമയത്ത് പ്രമാണം ആചരിക്കാനാണ്. ഇസ്രായേൽ ജനത്തിന് ഒരുപാട് ഒഴികഴിവുകൾ പറയാനുണ്ട്. അവരുടെ കയ്യിൽ ഇരുമ്പായുധങ്ങളില്ല. ഇവർ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ശിലായുഗത്തിൽ ജീവിക്കുന്നവരാ. ഇവരുടെ കയ്യിൽ കത്തിയില്ല പരിച്ഛേദന കഴിപ്പിക്കാൻ. കർത്താവ് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? തീക്കല്ല് കൊണ്ടൊരു കത്തി ഉണ്ടാക്കുക, കല്ല് ഒരച്ച് മിനുക്കി അതിന് മൂർച്ചയാക്കി അതുകൊണ്ട് പരിച്ഛേദന നടത്തുക. കർത്താവേ, ഒരുപാട് രോഗങ്ങളുണ്ടാകാം, സാംക്രമിക രോഗങ്ങളുണ്ടാകാം, ഞങ്ങൾക്ക് ആശുപത്രി ഫെസിലിറ്റി ഇല്ല, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഇതുകൊണ്ടൊക്കെ അഗ്രചർമ്മം മുറിച്ചു കഴിഞ്ഞാൽ നടക്കാനൊക്കത്തില്ല, കുഞ്ഞുങ്ങൾ ചത്തുപോകും, ആളുകൾ കൂട്ടം ചാകും. കർത്താവ് പറഞ്ഞ്, എൻ്റെ വാക്ക് കേൾക്ക്, നിങ്ങൾക്ക് ഫെസിലിറ്റി ഇല്ല, ഉള്ള ഫെസിലിറ്റി കൊണ്ട് ഞാൻ പറയുന്ന വാക്കനുസരിക്കുക, ഉള്ള ഫെസിലിറ്റി കൊണ്ട് ഞാൻ പറയുന്ന വാക്കെടുക്ക്. അങ്ങനെ യോശുവ കല്ലുകൊണ്ടൊരു കത്തി ഉണ്ടാക്കി. ആ കല്ലുകൊണ്ടുള്ള കത്തിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്തു, കുന്നായി കൂട്ടി. അഗ്രചർമ്മ കുന്നിൻ്റെ മുകളിൽ കൊണ്ട കൂട്ടി. അങ്ങനെ ഞാൻ ആ പേരിടുക, ആ കുന്നിൻ്റെ മണ്ടിൽ കൊണ്ട കൂട്ടി. ഈ ജനത്തിന് അവർ സൗഖ്യമാകുവാൻ, അവരുടെ വേദന മാറുവാൻ ചില ദിവസം വേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കാവലിത്. ഒരു ശത്രു വന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. ദൈവത്തിൻ്റെ പ്രത്യേക കാവൽ അവരോട് കൂടെ ഇരുന്നു. മന്ന പെറുക്കണം. മന്ന പെറുക്കാൻ വേണ്ടി പുരുഷന്മാർ പോകണ്ട, സ്ത്രീകൾ മാത്രം പോയാൽ മതി. യാത്ര ചെയ്യാവുന്നവർ യാത്ര ചെയ്തു, സ്ത്രീകൾ മാത്രം ജോലി ചെയ്തു. പുരുഷന്മാർ നിശ്ചയമായും റെസ്റ്റ് എടുത്തു. പക്ഷെ ദൈവിക വേർപാട് കംപ്ലീറ്റായി. എക്സ്ട്രാ ജോലി ചെയ്യേണ്ടവർ എക്സ്ട്രാ ജോലി ചെയ്തു, അവർ ഭക്ഷിക്കേണ്ടതുപോലെ ഭക്ഷിച്ചു. ജനത്തിന് സൗഖ്യമായപ്പോൾ യഹോവയുടെ ദൂതൻ ഇറങ്ങി വന്നേച്ച് യോശുവയോട് പറഞ്ഞു, യോശുവ, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പേർ പറയുന്നു. ദൈവം മിസ്രയീമിൻ്റെ നിന്ന ഉരുട്ടി മാറ്റിയ ദിവസം, പൂർണ്ണമായി ജനം വിടുവിക്കപ്പെട്ട ദിവസം. ഇതുവരെ മിസ്രയീമിൽ നിന്ന് വെളിയിലായിരുന്നെങ്കിലും മിസ്രയീമിൻ്റെ നിന്ന ഞങ്ങളിലുണ്ടായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പദമാണ്. മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതിയായിരുന്നു. ഒറ്റ രാത്രി. ആബീബ് മാസം 14-ാം തീയതി വൈകുന്നേരം ആടുകളെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാൽ 2ൻ്റെ മേലും കുറുമ്പടിമേലും പുരട്ടി അന്ന് രാത്രി പാതിരാത്രി കഴിഞ്ഞതോടുകൂടെ മിസ്രയീമ്യർ എബ്രായനോട് പറഞ്ഞു, ഒന്ന് പോ, ദേശത്തുനിന്ന് അവരെ പുറത്താക്കി. ദൈവത്തിന് ജനത്തെ പുറത്തെടുക്കുവാൻ ഒരൊറ്റ രാത്രി മതിയായിരുന്നു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് അവർ സ്വതന്ത്രരാ.
പക്ഷേ അവരുടെ അകത്ത് കയറിപ്പോയ മിസ്രയീം പുറത്തെടുക്കുവാൻ, ഓരോ എബ്രായനും മിസ്രയീമിൽ താമസിക്കുന്ന കാലത്ത് മിസ്രയീം അവരുടെ അകത്ത് കയറിപ്പോയി. ആ നിന്ന ഉരുട്ടുവാൻ 40 വർഷം വേണ്ടി വന്നു. ഞാൻ മിസ്രയീമിൻ്റെ ചിന്താഗതി വഹിക്കുന്നെങ്കിൽ, ആശയം വഹിക്കുന്നെങ്കിൽ, മര്യാദകൾ വഹിക്കുന്നെങ്കിൽ ദൈവം പറയുന്നത് അവൻ്റെ നിന്നയാണ്. മിസ്രയീമിൻ്റെ നിന്ന ഉരുട്ടുവാൻ 40 വർഷം എടുത്തു. ആ 40 വർഷം കൊണ്ട് ഞാൻ ഒറ്റുനോക്കിയ ചരിത്രത്തിൽ മടങ്ങി വരും. ആ 40 വർഷം കൊണ്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു ജനവിഭാഗത്തെ കൊന്നു. ദൈവം വിളിച്ചിറക്കിയിട്ട് ദൈവം കൊല്ലു. ദൈവം മിസ്രയീമിൽ നിന്നവരെ ഇറക്കിയത്. ചോരത്തലിയും പെസഹയും ആചരിച്ച് അവരുടെ ജീവൻ വീണ്ടെടുത്തവരെ വിട്ടതാ. ആ ദൈവം പിന്നെ വഴിയിലിട്ട് കൊല്ലുമോ? കൊന്നെന്ന് തന്നെയാണ് ബൈബിൾ വായിക്കുന്നത്. അവൻ ജനത്തെ മരുഭൂമിയിൽ തള്ളിയിട്ടു. കാര്യം വിടേണ്ടത് അവർ വിട്ടില്ല. തണ്ടേ ഈ ഒറ്റുനോക്കാൻ പോയ പുള്ളികൾ വന്നേച്ച് പറഞ്ഞു, ഞങ്ങളുടെ ചിന്താഗതികൾക്കൊരു വ്യത്യാസവും. ഞങ്ങളുടെ ചിന്താഗതികൾ ജാതികളുടെ ചിന്താഗതിയാണ്. ഞങ്ങളുടെ ചിന്താഗതികൾ മിസ്രയീമരുടെ ചിന്താഗതിയാണ്. ഞങ്ങളുടെ ചിന്താഗതികൾ കനാനിലുള്ള നാട്ടുജാതികളുടെ ചിന്താഗതിയാണ്. അവരുടെ നോട്ടത്തിൽ ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളിയെ പോലെ, ഞങ്ങളുടെ നോട്ടത്തിൽ ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളിയെ പോലെ. അവർ കാണുന്ന നാച്ചുറൽ ഐ കൊണ്ട് ഞങ്ങളും കണ്ടു. പക്ഷെ ദൈവദൃഷ്ടി കൊണ്ട് കാണുവാൻ കഴിയാതെ പോയി. ഇന്ന് ദൈവദൃഷ്ടി കൊണ്ട് കാണുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവദൃഷ്ടി കൊണ്ടൊന്ന് കാണുവാൻ, ദൈവിക കാഴ്ചപ്പാടിൽ നമുക്കൊന്നായിത്തീരുവാൻ, ദൈവിക മാനദണ്ഡത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ, ദൈവം പോകുന്നത് പോലെ ഒന്ന് പോകുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഈ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി അവരോട് പറഞ്ഞില്ല, ആ നാട് പിടിക്കാൻ ഒക്കത്തില്ല. അവിടുന്ന് കൊണ്ടുവന്ന ഫലങ്ങൾ തേണ്ട കണ്ടാലും അത് വളരെ ഫലവത്താണ്. ദൈവം പറഞ്ഞ ഒരു ഭാഗം സത്യമാണ്, പക്ഷെ മറ്റേ ഭാഗം നടക്കത്തില്ല. നമുക്കതിനുള്ള കഴിവില്ല. നമ്മൾക്ക് ആൾ മാറിയിട്ടില്ല. നമ്മൾ ഇന്നും ചെറുതാ. കർത്താവിനെ അവർ കണ്ടില്ല. അവരവരുടെ ചെറുപ്പം കണ്ടു. പക്ഷെ യോശുവയും കാലേബും 2 വ്യക്തികൾ ജനത്തിൻ്റെ ഇടയിലേക്ക് ഓടി വന്ന് ജനത്തെ അമർത്തി അവരോട് പറഞ്ഞു, അങ്ങനല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങളെ കാണല്ലേ, ക്രിസ്തുവിൽ നിങ്ങളെ കാണുക, ദൈവിക കണ്ണുകളാൽ കാണുക. യേശുവിൻ്റെ നാമത്തിലൊരു ദൈവികമായ കാഴ്ചപ്പാട് എൻ്റെ കേൾവിക്കാരിലേക്ക് വ്യാപരിക്കട്ടെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞു, യോശുവയും കാലേബും 2 പേരും അവർക്ക് 2 പ്രത്യേക സ്വഭാവമാണ്. അവർ മാത്രമേ കനാലിൽ കയറൂ, ബാക്കി മുഴുവൻ ഇവിടെ തന്നെ തീരും. ഞാൻ വേറൊരു ആശയത്തിൽ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തലമുറ ജനിച്ചത് മിസ്രയീമിലാണ്. അവർ അടിമത്വത്തിന് കീഴിൽ ജനിച്ചവരാണ്. അടിമത്വത്തിൻ്റെ കീഴിൽ ജനിച്ചവർക്കത് വിട്ടേച്ച് വരാൻ വലിയ പ്രയാസം. ഞാൻ ഒരു മനുഷ്യനെ ഓർക്കുന്നു, എല്ലാ വാചകങ്ങളും അതുപോലെ പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ നടുവിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ നടുവിന് വേദനയ്ക്ക് പ്രാർത്ഥിക്കാനാണ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ നടുവിൻ്റെ വേദന പോയി. ഗംഗാനഗറിൽ വെച്ച് അദ്ദേഹം സ്നാനപ്പെട്ടു, നമ്മുടെ കൂടെ ആയിരുന്നു. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ നടുവിന് വേദന വന്നു. നടന്ന ചരിത്രമാണ്. എൻ്റെ അടുക്ക് പിന്നെയും വന്നേച്ച് പറഞ്ഞു, പാസ്റ്റേ നടുവിന് ഭയങ്കര വേദന. ഒരു കുനിയുമ്പം വേദന വന്നപ്പം എൻ്റെ യേശുവേന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയാം. പക്ഷെ അറിയാതെ പണ്ട് വിളിച്ച പേരാണ് വരുന്നത്. പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അറിയാതെ ഈ വേദന കൊണ്ടുവരുന്നതിന് ഒരു പേരങ്ങ് വിളിക്കും. അതാ പണ്ട് വിളിച്ചിരുന്ന പേര്. ഈ വേദന വരുമ്പോൾ എൻ്റെ മനോഭാവം അങ്ങ് മാറുക. വിളിക്കേണ്ടത് എനിക്കറിയാം, എൻ്റെ യേശുവെന്നാണ്. പക്ഷെ വിളി വരുന്നത് വേറെയാ. കാര്യം പഴയത് അകത്ത് കയറി കുടി കൊണ്ടുപോയി. കർത്താവ് പറഞ്ഞ്, ഈ അടിമത്വത്തിൻ്റെ കീഴിൽ ജനിച്ചതിന് ചിലത്തെല്ലാം അകത്ത് കയറും. അതിനെ മരുഭൂമിയിൽ തന്നെ കളയും. മരുഭൂമിയിൽ ജനിച്ച വേറൊരു വിഭാഗമുണ്ട്. അതാണ് ഇവരുടെ മക്കൾ. അവരെ ഞങ്ങൾ കയറ്റത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. മരുഭൂമിയിൽ ജനിച്ചത് അടിമത്വത്തിലല്ല, അവൻ പ്രകാശമുള്ള മേഘത്തിൻ്റെ കീഴിലാണ്. അവരുടെ മീതെ ഒരു മേഘമുണ്ടായിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ ജനിച്ചത് അടിമത്വത്തിൽ ജനിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ പ്രകാശമുള്ള മേഘത്തിൻ്റെ കീഴിൽ ജനിച്ചു. കർത്താവ് പറഞ്ഞു, അവരെ ഇങ്ങോട്ട് കയറ്റിയിട്ടും പരിച്ഛേദനയുടെ പ്രമാണത്തിന് വ്യത്യാസമില്ല. അവരെ പരിച്ഛേദന കഴിക്ക്. അവരുടെ വേദന മാറുമ്പോൾ മിസ്രയീമിൻ്റെ നിന്നിൽ നിന്ന് ഉരുട്ടി.
യോശുവ നോക്കുമ്പോൾ തന്നെ ഒരു ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. ഞാൻ ആ ഭാഗം തൊടുകയേ ഉള്ളൂ. ഒരു ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. യോശുവ ഈ പുള്ളിയുടെ അടുത്ത് എന്നൊരു ചോദ്യം ചോദിച്ചു, അങ്ങ് നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ? പഴയ കാലത്തെ യുദ്ധത്തിന് ഒരു പ്രത്യേക സമ്പ്രദായമുണ്ട്. യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വരുമ്പോൾ ഒരിക്കലും കോട്ട മതിലിനോട് ചേർന്ന് വരത്തില്ല. എൻ്റെ മുന്നിൽ കാണുന്ന ഈ ബാരിയറാണ് കോട്ട മതിലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ടിരുന്നതിന് ഒരിക്കലും ഈ മതിലിൻ്റെ അടുക്ക വരത്തില്ല. വല്ല കുസൃതി പിള്ളേരുമേ മേളിൽ നിന്നൊരു കല്ലുരുട്ടി താവോട്ടിട്ടാൽ ഇവൻ്റെ തലയെ വീഴും. കോട്ട മതിലിനോട് ആരും അടുത്തു വരത്തില്ല, അകലെ നിന്ന് യുദ്ധം ചെയ്യത്തുള്ളൂ. സാഹചര്യങ്ങളിൽ അങ്ങനെ കൊന്നിട്ടുണ്ട്. ഒരു സ്ത്രീ അരകല്ലിൻ്റെ പിള്ളക്കല്ലെടുത്ത് പട്ടാളക്കാരൻ്റെ തലയിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കോട്ടമതിലിനോട് അടുത്ത് വന്നവൻ കോട്ടമതിലിനോട് ആരും അടുക്കത്തില്ല, അകലെ നിൽക്കത്തേ ഉള്ളൂ. ഊരിപ്പിടിച്ച വാളുള്ളവൻ്റെ അടുക്കലാരും വരത്തില്ല. ഇത് ചില വാർ സ്ട്രാറ്റജിയാണ്. എൻ്റെ ആളാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവൻ്റെ അടുക്കൽ വരും. പക്ഷേ ആരാന്ന് ഉറപ്പില്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളുള്ളവൻ്റെ അടുക്കലാരും വരത്തില്ല. യോശുവ വരുമ്പോൾ തേണ്ടൊരു മനുഷ്യൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. യോശുവ അവൻ്റെ അടുക്കൽ വന്നു. അവനോടൊരു ചോദ്യം ചോദിച്ചു, നീ ആരാ? ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ? ഞാനത് ഒത്തിരി തൊട്ടതാണ്. 1983 ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നത്, ബഥേൽ ചർച്ച് വരുന്നത്. 1984 ഏർലി ഡേയ്സ്. ആ ദിവസമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. ദിനൂരിൽ ഒരു വീട്ടിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു മീറ്റിങ്ങിൽ അന്ന് രാത്രിയിലാണ് പരിശുദ്ധാത്മാവ് മെസ്സേജ് എനിക്ക് തരുന്നത്. ഊരിപ്പിടിച്ച വാളുള്ള മനുഷ്യൻ്റെ അടുക്കൽ യോശുവ അടുത്ത് വന്നൊരു ചോദ്യം ചോദിച്ചു, നീ ആരുടെ പക്ഷക്കാരൻ? ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? ഇന്ന് ചിലരുടെ അകത്തോട്ട് ഈ ധൈര്യം ഒന്ന് കയറിയേ കൊള്ളായിരുന്നു. മോനെ, എന്തുകൊണ്ടാണ് അന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എന്തുകൊണ്ടാണ് നീ അടുക്കൽ വന്നത്? അടുക്ക വരാൻ പാടില്ലായിരുന്നല്ലോ. അവൻ പറയാനുണ്ട്, എൻ്റെ അകത്തൊരു ശബ്ദം മാറ്റൊള്ളുന്നുണ്ട്. നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്ക് വിരോധം നിൽക്കുകയില്ല. ഇന്ന് പകൽ വാഗ്ദത്തമുള്ള ദൈവപൈതലേ, ഇടയ്ക്കിടയ്ക്ക് വാഗ്ദത്തം നമുക്കൊന്ന് അയവിറക്കാം. ഇടയ്ക്കിടയ്ക്ക് വാഗ്ദത്തം ഒന്ന് അയവിറക്കാം. ഓ ഗോഡ്, ഞാൻ വേറൊരു വശത്തൂടെ തിരിയട്ടെ. യാഗത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ശുദ്ധിയുള്ള മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അയവിറക്കാത്ത യാതൊരു മൃഗത്തിനും ശുദ്ധിയുള്ളതല്ല. നീ ഭക്ഷിക്കുമ്പോൾ അയവിറക്കാത്ത മൃഗത്തെ തിന്നരുതെന്ന്. അത് മുയലൊക്കെ കൂട്ടത്തിൽപ്പെടും. മുയലിനെ തിന്നരുതെന്ന് തന്നെയാണ് പഴയ നിയമത്തിൻ്റെ തത്വം. ഞാൻ പുതിയ നിയമകാര്യമേ അല്ല പറഞ്ഞു. പഴയ നിയമത്തിൻ്റെ തത്വത്തിൽ അയവിറക്കാത്ത ഒരു മൃഗത്തെ തിന്നരുത്, അത് അശുദ്ധമാണ്. ദൈവമക്കളെ, നമ്മളും ഇടയ്ക്ക് അയവിറക്കിയേ പറ്റൂ. എന്തുവാ അയവിറക്കേണ്ടത്? അയലോക്കക്കാരൻ വിളിച്ച ചീത്തയല്ല, അയലോക്കക്കാരൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന പദമല്ല, വേറൊരുത്തൻ പറഞ്ഞ കൊള്ളുകയില്ലാത്ത വാക്കല്ല. പകരം എൻ്റെ ഹൃദയത്തെ കത്തിച്ച ദൈവത്തിൻ്റെ ആലോചന, എൻ്റെ ഹൃദയത്തെ കത്തിച്ച ദൈവത്തിൻ്റെ ആലോചന. അയവിറക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ നമുക്കില്ലേ? ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്. നിൻ്റെ ജീവിതം തളർന്നു പോകുമ്പോൾ, നിൻ്റെ ജീവിതം താണുപോകുമ്പോൾ, then count your blessings, name them one by one and it will surprise you. That is more than what you can count. Count your blessings, name them one by one. ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ, അതിൻ്റെ ഓർമ്മകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നാൽ എണ്ണി തീർക്കാൻ പറ്റത്തില്ല. Count your blessings, name them one by one and it will surprise you what the Lord has done. നിങ്ങൾക്കത് എണ്ണി തീർക്കാൻ പറ്റത്തില്ല. ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ അയവിറക്കുന്നവർക്കായി സ്തോത്രം. വാഗ്ദത്തങ്ങൾ അയവിറക്കുന്നവർക്കായി സ്തോത്രം. പിന്നെയും അയവിറക്കുന്നവർക്കായി സ്തോത്രം. അത് വിശുദ്ധ മൃഗമാണ്. അയവിറക്കാത്ത യാതൊരു മൃഗവും വിശുദ്ധ മൃഗമല്ല. യോശുവ ഈ ഊരിപ്പിടിച്ച വാളുള്ളവൻ്റെ മുമ്പിൽ അങ്ങ് വന്ന് നിൽക്കാൻ കാര്യം എന്തുവാ? വാഗ്ദത്തം അയവിറക്കുക. മറക്കണ്ട, ഭയങ്കര എരിഹോ കോട്ട. ഇതിനകത്തുള്ള ആളുകളെ കുറിച്ച് പണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. അവരുടെ മുമ്പിൽ യോശുവ വെട്ടിക്കിളി പോലെ, യോശുവയുടെ സൈന്യം വെട്ടിക്കിളി പോലെ കണ്ടേച്ചു എന്നവർ പറഞ്ഞ് ഓർമ്മിപ്പിച്ചതാ. മതിൽ അതിഭയങ്കരമാ. ഈ നിൽക്കുന്ന മനുഷ്യൻ ഊരിപ്പിടിച്ച വാളുവാ. പക്ഷെ യോശുവ പറഞ്ഞു, ഇതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും എന്നോടൊരു വാഗ്ദത്തമുണ്ട്. എൻ്റെ ജീവിതകാലത്തൊരിക്കലും കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങളിലേക്ക് അടിയൻ തിരിച്ചു വരിക. എൻ്റെ ജീവകാലത്തൊരിക്കലും, ഇന്ന് പകൽ ചിലരോട് ദൈവം ഇത് ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവകാലത്തൊരിക്കലും
ഈ പകൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, യെരിഹോ കോട്ടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, വൻ ശക്തികളെ നേരിടുമ്പോൾ, നിന്റെ ജീവകാലത്തൊരിക്കലും ജീവകാലം, കർത്താവേ, ഞങ്ങളുടെ ജീവകാലം നിസ്സാരമാ, നീണ്ടുപോകുന്ന നിഴൽ പോലെയാ. അങ്ങ് നിത്യനായ അങ്ങ് പറഞ്ഞു, നിന്റെ ജീവകാലം എന്ന ഒരു ഷോർട്ടർ പീരീഡ്, അതിനകത്തൊരിക്കലും ഒരുത്തനും നിനക്ക് നേരെ നിൽക്കത്തില്ല. യോശുവ അടുത്ത് വന്നൊരു ചോദ്യം ചോദിച്ചു, നീ ആരുടെ പക്ഷക്കാരനാ? ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ ഏതാണെന്ന് എനിക്കൊരു പിടിയില്ല. അയാൾ തിരിഞ്ഞ് യോശുവോട് പറഞ്ഞു, യോശുവ, ഞാൻ നിന്റെ പക്ഷക്കാരനുമല്ല ശത്രുപക്ഷക്കാരനുമല്ല, ഞാൻ സൈന്യങ്ങളുടെ അധിപനായി ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാ. ഇന്ന് പകൽ ദൈവത്തിന് അനേക അപ്പിയറൻസസ് ഉണ്ട്, അനേക അപ്പിയറൻസസ്. ഒരു താണ അപ്പിയറൻസ് കൊണ്ട് യോശുവയെ വിടുവിക്കാൻ ഒക്കത്തില്ല. കരുണയുടെ ദൈവമായി യോശുവയോട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം ഇവിടെ കരുണയുടെ ദൈവം അല്ല വേണ്ടേ, മതിലിടിക്കുന്ന ദൈവത്തെയാണ് വേണ്ടേ. ക്ഷമിക്കുന്ന ദൈവം യോശുവയുടെ മുമ്പിൽ വെളിപ്പെടാൻ ഒക്കത്തില്ല. യെരിഹോവിൽ ക്ഷമിക്കാനല്ല വന്നത്, മതിലിടിക്കാനാണ് വന്നേ, ജനത്തെ കൊടുക്കാനാണ് വന്നത്, ഈ ദേശം കൊടുക്കാനാണ് വന്നത്. യോശുവ, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനാണ്. യോശുവ അദ്ദേഹത്തെ വീണ് വണങ്ങി. ദൂതൻ്റെ മുമ്പിൽ വീണ് വണങ്ങാൻ റൈറ്റില്ല. ഒരു ദൂതൻ്റെ മുമ്പിൽ വീണ് വണങ്ങാൻ റൈറ്റില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ദൂതുകൾ വിശദീകരിച്ചു കൊടുത്ത ദൂതൻ്റെ മുമ്പിൽ വണങ്ങാൻ ശ്രമിച്ചവനോട്, യോഹന്നാനോട്, അരുത് എന്ന് ദൂതൻ വിലക്കി. എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ ദൂതുകൾ വിശദീകരിച്ചു കൊടുക്കുവാൻ വന്ന ഹെബ്രിയേലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന, വണങ്ങുവാൻ ചെന്ന എസെക്കിയേലിനോട്, അരുത്, ഞാൻ നിനക്കും നിൻ്റെ സഹസേവകന്മാർക്കും സഹഭൃത്യന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, വേറൊന്നിൻ്റെ മുമ്പിൽ വണങ്ങരുത്, വേറൊന്നിൻ്റെ മുമ്പിൽ വണങ്ങരുത്. എനിക്കറിഞ്ഞുകൂടാ, ഓരോ യാത്രയിലും, ഇവിടെ ബാംഗ്ലൂരിൽ അത്രയും പ്രശ്നമില്ല, എന്നാലും പലപ്പോഴും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ചിലർ മുമ്പിൽ വണങ്ങി കാലിൽ തൊടാൻ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങാണ്ടൂന്ന് അകത്ത് കയറിപ്പോയതാണ്, പണ്ടെങ്ങാണ്ട് മിസ്രൈമിൽ കിടന്ന കാലത്ത് കയറിയതാണ് ഇത്. അതിനൊരു വ്യവസ്ഥ നമുക്കില്ല, മനുഷ്യൻ്റെ മുമ്പിൽ വണങ്ങരുത്. യോശുവ വണങ്ങി. അതെന്താ കാര്യം? ഈ പറയുന്നത് ഒരു തിയോഫനി എന്നാണ് ഇതിനെ പഴയ നിയമത്തിൽ വിളിക്കുന്നത്. ഒരു ദൈവിക വെളിപ്പാടാണ്. സൈന്യങ്ങളുടെ യഹോവയുടെ അധിപതിയായി, സൈന്യങ്ങളുടെ അധിപതിയായി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞത് യേശുവ. തൃത്വത്തിൽ രണ്ടാമനായ യേശുവ. അന്ന് ആ വേഷത്തിൽ വരാറില്ല, അന്ന് ദൂതനെന്നേ തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ദൂതൻ പിടിച്ചു പൊക്കിയേനെ, അരുത് യോശുവ, ഞാൻ ദൂതനെ എൻ്റെ മുമ്പിൽ വണങ്ങരുതെന്ന് പറഞ്ഞേനെ. പക്ഷേ അത് യേശുവായിരുന്നു, അതുകൊണ്ട് പിടിച്ചു പൊക്കിയില്ല. വണങ്ങി അയച്ച് യോശുവ ഒരു ചോദ്യം ചോദിച്ചു, യഹോവയ്ക്ക് അടിയനോട് കൽപ്പന വല്ലതും ഉണ്ടോ? ഉണ്ട് യോശുവ, നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാണ്, കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളാ. നീ നിൽക്കുന്ന സ്ഥലത്തിനതനുസരിച്ച് ഒരു ചേഞ്ച് നിനക്കുണ്ടാകണം. ഇന്ന് പകൽ ദൈവമക്കളെ, നാം നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഒരു ചേഞ്ച് ഉള്ളവർക്കായി സ്തോത്രം. നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാണ്. മോശയോടും ഈ കാര്യം പറഞ്ഞു. മോശ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ദൈവമാണ്. യഹോവയായ ദൈവം ഇറങ്ങി വന്ന മോശ പറഞ്ഞയച്ചത്. യോശുവയെ പറഞ്ഞയച്ചത് പുത്രൻ തമ്പുരാനാ. അതുകൊണ്ട് പുത്രൻ തമ്പുരാനും പറഞ്ഞു, ചെരുപ്പഴിക്ക്, നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനൊത്തവണ്ണം എൻ്റെ ജീവിതത്തിൽ ചേഞ്ച് വേണം, ഞാനൊരു ചേഞ്ച് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നവർക്കായി സ്തോത്രം. അവരുടെ മുമ്പിൽ ജാതികൾ കീഴടങ്ങും, അവരുടെ മുമ്പിൽ ജാതികൾ കീഴടങ്ങും. നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. നമ്മെ ഒരു ഗിൽഗാലിലേക്ക് കയറ്റുവാൻ, മിസ്രൈമിൻ്റെ നിന്ന് ഉരുട്ടിയ ദൈവപ്രകാശത്തിലേക്ക് കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ രാത്രിയിൽ സാധാരണഗതിയിൽ ഒരു വിശുദ്ധീകരണത്തിൻ്റെ മെസ്സേജ് കൊടുക്കുന്നത് പതിവ്. ഇത് അതാ, നീ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. എനിക്ക് ഈ മാസത്തേക്ക് ആവശ്യമുള്ള ദൈവിക ചേഞ്ചിനായി ഞാൻ എന്തു വേണം കർത്താവേ എന്ന് ചോദിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽ, ഈ രാത്രിയിൽ ഒരു ചേഞ്ചിനായി ദൈവസന്നിധിയിൽ വന്ന് പറയാൻ, കർത്താവേ, അടിയനെ ചേഞ്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാലിൽ നിന്ന് മാറ്റേണ്ട ചെരുപ്പുകൾ മാറ്റുവാൻ. ചെരുപ്പ് ദൈവത്തിന് വിരോധമുള്ളതൊന്നുമല്ല, ചെരുപ്പൊരു പാപമല്ല. പക്ഷേ ചില അസാമാന്യ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുന്നവർ, ചില അസാമാന്യ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുന്നവർ
മോശയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ചെരിപ്പൂരി എറിഞ്ഞു കളക. യോശുവയോട് പറഞ്ഞപ്പോൾ ചെരിപ്പ് അഴിച്ചു മാറ്റ്. ചിലരുടെ തൂരി എറിഞ്ഞു കളയേണ്ടി വരും, മേലാലില്ല. ഞാനൊരു കൊച്ചു സംഭവം ഓർപ്പിച്ചുകൊണ്ടിരുന്നോളാം. ഞാൻ പണ്ട് തണുപ്പുള്ള സമയത്ത് സൂട്ട് ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. സൂട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്, കഴിയുന്നവരെല്ലാം ഉപയോഗിക്കണം. തണുപ്പുള്ള സമയത്ത് സൂട്ട് ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. ഏത് വർഷമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പ്രോബബ്ലി 78, 79, 1978, 79 അമൃതസറിലായിരുന്നത്. 78, 79 സുനിലൊക്കെ അന്ന് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാനന്ന് അവിടെ വെച്ചാണ് ആദ്യം ഒരു സ്കൂട്ടർ വാങ്ങിച്ചത്. ആദ്യത്തെ സ്കൂട്ടറിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിന് സുനിലിനെ കൂടെ കയറ്റിക്കൊണ്ടാൻ പോയി. ഇവനെ മുന്നേ നിർത്തി ഞാൻ ഓടിച്ചു. ചിന്നമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു, തള്ളിയിട്ടേലോ എന്ന്. ദൈവകൃപയാൽ ഞങ്ങൾ വീണില്ല. ഓക്കെ. അമൃത്സറിൽ വെച്ച് സൂട്ട് ഉപയോഗിക്കുന്ന പതിവുണ്ട്. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ വരുമായിരുന്നു. ആരൊക്കെ ഇവിടെയൊക്കെ കേൾക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. പേരെനിക്ക് നന്നായി അറിയാം, നന്നായി ഓർമ്മയുണ്ട്. അവരൊക്കെ തങ്കക്കുടങ്ങളാണെന്ന് പറയാം മലയാളത്തിൽ. അവരുടെ ഒന്നും പേര് മറക്കാൻ നോക്കത്തില്ല. ആവശ്യത്തിന് ആഹാരമില്ല. പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് ജോലിയില്ല. നല്ല തടിയാണ്, നല്ല കൊഴുത്തിരിക്കുന്ന മനുഷ്യന്. ഉച്ചയ്ക്കും ഇടയ്ക്കും ഒക്കെ ഇറങ്ങി വരും. ബ്രദറെ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്ന് വാപ്പസായിരുന്നു. എന്നാ അന്നത്തെ ലാംഗ്വേജിൽ ഒരു പിടിയില്ല. ഇത് എന്നാന്നറിയത്തില്ല. അപ്പം ഇത് ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞു, തുണിമില്ലില്ല ജോലി ചെയ്യുന്നത്. രാവിലെ കാഷ്വൽ ലേബേഴ്സിനെ എടുക്കും. കാഷ്വൽ ലേബേഴ്സ് 10, 30 പേര് അവിടെ ചെല്ലും. അവർക്ക് 10 പേരെയാണ് വേണ്ടിയതെങ്കിൽ അത്രയും പേരെ അകത്ത് കയറ്റി ബാക്കിയുള്ളവരുടെ വാപ്പസ് തിരിച്ചു പോകോളാൻ പറയും. അതാണ് ജോലിക്ക് പോയില്ല എന്നൊക്കെ ഇന്ന് വാപ്പസായിരുന്നെന്ന് പറയുന്നത്. ഇങ്ങനെ മാസത്തിൽ 15 ദിവസമൊക്കെ വാപ്പസ് ജോലി മാത്രം ചെയ്ത ആളാണ്. എന്നാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 രൂപ, 3 രൂപ, ഒരു പ്രാവശ്യം 10 രൂപ എൻ്റെ കൊണ്ട് തന്നേച്ച് പറഞ്ഞ് വെച്ചേക്കണം. എപ്പോഴേലും അത്യാവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചാൽ തരണം. അതുകൊണ്ടാണ് വിശ്വസ്തമായിട്ടൊന്ന് ഏൽപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈയിടെ വീട്ടിലൊന്ന് പോകണം, കാണണമെന്നൊക്കെ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. പല പ്രാവശ്യം എപ്പം ഞാൻ അങ്ങനോട് പറഞ്ഞാലും പേര് പറഞ്ഞാൽ പറയുന്നത്, ഇന്ന് വേണ്ട, ഇന്ന് ശരിയാകില്ല, ഇന്നല്ല, ഇനിയൊരു ദിവസം ഇങ്ങനെ പോയി. ഞാൻ അങ്ങ് മനുഷ്യൻ്റെ വീട് കണ്ടിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം വിവാഹം കഴിഞ്ഞു, ഭാര്യയുമായി വന്നു, നല്ലൊരു മോള്. അവരുടെ വീട്ടിലൊന്ന് പോകണമെന്ന് വീണ്ടും തോന്നി. ഇയാൾ സമ്മതിക്കില്ല. ഓരോ ആഴ്ച കഴിയുമ്പോഴേക്ക് പെണ്ണിങ്ങനെ മെലിഞ്ഞ് വരികയാണ്. ഇവൻ തടിച്ച് വരിക. ഇതെന്നടാ പരിപാടി? ഞാൻ ചോദിച്ചു, നീ ഇവളെ തല്ലുവോ? എന്തോ പ്രശ്നം എന്തോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന് നിൻ്റെ വീട്ടിൽ വരിക. അല്ല, ഇന്ന് ശരിയാകില്ല, അടുത്ത്. ഞാൻ പറഞ്ഞു, അല്ല, ഇന്ന് തന്നെ വരിക. ബ്രദറെ, അന്ന് എന്നെ പാസ്റ്റർ നല്ല വിളിക്കുന്നത് ബ്രദറെ എന്നാ. ബ്രദറെ, അത് ഇന്നൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ നിൻ്റെ വീട്ടിൽ വരിക. ആ പുള്ളിക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലെന്നായി. ഞാൻ പറഞ്ഞു, എങ്ങനെയാടാ വരേണ്ടത് പറ. ഒരു റിക്ഷ എടുക്ക്, ഞാൻ സ്കൂട്ടറിലാണ്, നീ ഒരു റിക്ഷ എടുക്ക്, കാശ് ഞാൻ കൊടുത്തോളാം. അങ്ങനെ റിക്ഷ എടുത്തു. ഒരു സ്ഥലം വരെ ചെന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ബേക്കറിയുടെ അവിടെ നിൽക്കണം. ഒരു ബേക്കറി ഉണ്ട്, അതിൻ്റെ അടുക്ക് നിന്നു. റിക്ഷ വരുന്നത് ഇച്ചിരൂടെ പതുക്കെയാണ്. ഓട്ടോറിക്ഷ അല്ല, വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷയാണ് വരുന്നത്. ഇച്ചിരൂടെ പതുക്കെയാണ്. എനിക്കൊന്ന് സൈക്കിൾ റിക്ഷ, ചവിട്ടിക്കൊണ്ട് പോകുന്ന സൈക്കിൾ റിക്ഷ അവിടെ. ഞാൻ ആ ബേക്കറിയുടെ അവിടെ നിന്നു. അദ്ദേഹം വന്നു. എന്നപ്പോൾ പറഞ്ഞു, ബ്രദറെ, ഇനി മുന്നോട്ട് ഷൂസ് ഇട്ടുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. ആ ഷൂസ് ഊരി എൻ്റെ ഒരു കവറുണ്ട്, ഞാൻ പിടിച്ചോളാം. ചിന്നമ്മ സിസ്റ്ററും ആ ചെരുപ്പ് ഊരി ഇഞ്ഞ് തന്നാൽ ഞാൻ ഈ കവറിനകത്തിട്ട് പിടിച്ചോളാം. ഞാൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളുടെ സ്കൂട്ടറിന് വെച്ച് പൂട്ടാൻ ഒരു കൊട്ടയുണ്ട്, അതിനകത്ത് വെച്ച് പൂട്ടി. ഇനി ആ പാൻ്റ് ഒന്ന് കിളത്തിയെങ്കിലേ നടക്കാൻ ഒക്കുകയുള്ളൂ. മുന്നോട്ട് നടന്നപ്പോൾ പൊത്ത മുങ്ങുന്നതിനേക്കാൾ കൂടുതൽ വെള്ളവും ഒരു ചാണോളം താഴുന്ന ചള്ളയ്ക്കകത്തൂടെ വേണം പോവാൻ. എൻ്റെ സൂട്ടുമൊക്കെ പിടിച്ച് കിളത്തി. ചിന്നമ്മേ നല്ല സാരിയാണ് കൊടുത്തത്. കിളത്തി ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. തീരെ മോശമായൊരു അക്കോമഡേഷൻ. തീരെ മോശം. നാറിയിട്ട ഏരിയയിൽ നിൽക്കാനൊക്കത്തില്ല. കാളകളെ ബുച്ചറി ചെയ്യുന്ന ഏരിയയാണ്.
കളകളെ ബുച്ചർ ചെയ്ത് അതിൻ്റെ ഈ അഴുക്ക് വരുന്നതെല്ലാം പഞ്ചാബില്ലോ ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കും. ഇതെല്ലാം കൂടെ മാറുന്ന ഏറിയായ ഇവനൊരു പാക്കറ്റ് ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു. അതെന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ സത്യമായിട്ട് ഓർത്ത് വല്ല ബ്രെഡോ ഒക്കെ ആയിരിക്കും ഞങ്ങൾക്ക് തരാനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ. പക്ഷെ നല്ല വലിപ്പമുള്ള പാക്കറ്റ്. അവിടെ ചെന്നപ്പോൾ ഈ പാക്കറ്റ് തുറന്നു. 2 പുതിയ ചാക്ക ആ തറയിൽ വിരിച്ചേച്ച് പറഞ്ഞ് ഇരുന്നാട്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുത്താൻ വേറെ ഒന്നുമില്ല. അവരുടെ ചാക്കുണ്ട്, പക്ഷെ അതങ്ങ് പഴകിപ്പോയത് കൊണ്ട് ഞങ്ങളുടെ സൂട്ട് വൃത്തികേടാകാതിരിക്കാൻ 2 പുതിയ ചാക്ക. വിഷമിച്ചു. ഞങ്ങളതിലിരുന്നു, ആ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ നാറ്റവും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചു, എന്നാ നിൻ്റെ ആഹാര രീതി എങ്ങനെയാ? പറഞ്ഞ് ഈ കാളയുടെ എല്ല് വലിച്ചെറിയുന്നത് കൊണ്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കും, ഞാനത് കുടിക്കും. അതാ ഇവൻ അടിച്ചു വരുന്നത്. അവൻ്റെ ഭാര്യയ്ക്ക് അത് കുടിച്ചാൽ അന്ന് ഛർദില. ഇവളിങ്ങനെ ഛർദ്ദിച്ച് സൂപ്പും കുടിച്ച് മെലിയുക, ഇവൻ നന്നാകുക. ഞാൻ പേരിപ്പോഴും പറയുന്നില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഈ ആടിനെ തീറ്റാൻ ഈ സൂട്ട് തന്നെ വേണോടാന്ന്. ഈ ആടിനെ തീറ്റാൻ ഈ സൂട്ട് തന്നെ വേണോടാന്ന്. അന്നാണ് സൂട്ട് മാറ്റുകയെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇട്ടിട്ടുണ്ട്. അതുപോലെ എമർജൻസി സിറ്റുവേഷന് മാത്രം പിന്നെ ഞാൻ സൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡിഫൻസിൽ വേണ്ട ദിവസങ്ങൾ വരും, അന്ന് ഇട്ടിട്ടുണ്ട്. ആ എമർജൻസി അല്ലെങ്കിൽ പിന്നെ ഞാൻ സൂട്ട് ഉപയോഗിച്ചിട്ടില്ല. ആ ചോദ്യം എൻ്റെ അകത്തുണ്ട്, ഈ ആടിനെ തീറ്റാൻ ഈ സൂട്ട് തന്നെ വേണമെന്ന്. കർത്താവിൻ്റെ ദാസന്മാർ ചർച്ചിലുള്ള ആവറേജ് ആളുകൾക്ക് തുല്യമായിരിക്കണം എന്നൊരു പൊതുതത്വമുണ്ട്. ഞാൻ ഒരിക്കലും മറ്റൊരാളിനേക്കാൾ അല്ലെങ്കിൽ ആവറേജ് ആളിനേക്കാൾ മേളിലാകാൻ ശ്രമിക്കാറില്ല, താഴെയാകാനും ശ്രമിക്കാറില്ല. ആവറേജ് ആളിനെ പോലെ ആണെങ്കിൽ അവരുടെ ഇടയിൽ ഒരാസസ്സുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ദൈവസഭയുടെ മാന്യതയ്ക്കൊത്തവണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നവർക്കായി സ്തോത്രം. നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാണ്. ഈ ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത്. നമ്മൾ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാണ്. അതിനനുസരിച്ചുള്ള ചേഞ്ച് ഓരോരുത്തർക്കുണ്ടാകണം. മോശെ അതിനനുസരിച്ചുള്ള ചേഞ്ച് ഉണ്ടായ ശേഷമാണ് പറഞ്ഞത്, ആകയാൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ അയക്കുക. യോശുവയ്ക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ച് ഉണ്ടായപ്പോഴാണ് പറഞ്ഞത്, സ്ട്രാറ്റജി പറഞ്ഞു തരാം. ഇസ്രായേൽ ജനം യെരിഹോ കോട്ടയ്ക്ക് വട്ടം നടക്കണം. അതുവരെ ഞാൻ സ്ട്രാറ്റജി പറഞ്ഞു തരത്തില്ല. ഞാൻ സ്ട്രാറ്റജി പറഞ്ഞു തരാം. നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകയാൽ ആ ഭൂമിയിൽ നിൽക്കത്തക്കവണ്ണം നിൻ്റെ കാലിടുന്ന ചെരുപ്പഴിക്ക്. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെടുന്നു. ചില വ്യക്തികൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ ഭൂമിയിൽ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അവിടെയും ഇവിടെയും ഹൃദയങ്ങളോട് ദൈവം ഇടപെട്ടതിന് ഒത്തവണ്ണം പോകാതെ പിന്നാട്ട് നാളെയാട്ടെന്ന് പറഞ്ഞ് അന്ന് പെയ്ത മന്ന തിന്നാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിനാൽ ചിലർക്ക് ആരോഗ്യപ്പെടാൻ കഴിയാതെ വരുന്നു, ചിലർക്ക് വളരാൻ കഴിയാതെ വരുന്നു. ഇന്ന് പകൽക്കാലം ദൈവിക ഇടപെടലിന് ഒത്തവണ്ണം, വിശുദ്ധ ഭൂമിക്ക് ഒത്തവണ്ണം, എന്നെ നിർത്തുന്ന വിശുദ്ധ ഭൂമിയല്ല നിങ്ങളുടേത്, നിങ്ങളെ നിർത്തുന്ന വിശുദ്ധ ഭൂമിയല്ല വേറൊരാളിൻ്റേത്. അവനവനെ ദൈവം നിർത്തുന്ന അതാത് വിശുദ്ധ ഭൂമികളിൽ. മോശയുടെ മുമ്പിൽ മോശയോട് പറഞ്ഞു ചെരുപ്പഴിച്ച് എറിഞ്ഞു കളക. യോശുവയോട് പറഞ്ഞു ചെരുപ്പഴിച്ചു മാറ്റ്. അവനവൻ വേണ്ട ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ അവിടെ നിർത്തുന്നവനായ ദൈവം ഈ സെപ്റ്റംബറിൻ്റെ 2nd വീക്കിൽ ഒരു പുത്തനാരംഭവുമായി നമ്മെ അയക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു. ഒരു പുതിയ ആരംഭത്തിനായി, ചില പുതിയ ക്രമീകരണങ്ങൾക്കായി, ചില പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സിനായി തൃക്കരങ്ങളിലേക്ക് തരികയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്ന സകലരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നാളത്തേതിൽ ഇത് കയറി ശ്രദ്ധിക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി ജ്വലിക്കുന്ന ദൈവിക ജ്വലനം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളെ നടത്തുവാൻ അങ്ങയുടെ ശക്തമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്കാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാം. കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു.